കൂടി ഹായ്. കെയ്സോണിന്റെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ ഒരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കാം എന്നുള്ളതാണ്. അതിലായിരിക്കും നമ്മുടെ ഫോക്കസ്. അപ്പൊ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് വരാം, അതിന് പ്രിലിംസ് കഴിഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് മെയിൻസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പ്രിലിംസിന്റെ മെയിൻസിന്റെ സിലബസ് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിലിംസിൽ 85 മാർക്കിൽ 100 മാർക്കിൽ 85 മാർക്കിനും നിങ്ങളുടെ മെയിൻ സിലബസിന്റെ അതേ പോർഷൻസ് തന്നെയാണുള്ളത്. അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു മെയിൻസ് ഫോക്കസ്ഡ് അപ്രോച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രിലിംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മെയിൻസ് അങ്ങനെയല്ല, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അതിന്റെ അപ്രോച്ച് സാധാരണ PSC എക്സാംസിൽ നിന്ന് വളരെ വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു മെയിൻസ് ഫോക്കസ്ഡ് അപ്രോച്ച് ആദ്യം മുതൽക്ക് തന്നെ പ്രിപ്പറേഷനിൽ വേണ്ടത്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റിനെ ഒരു ചെറിയ ഇൻട്രോ പറയാം. കുറെ പേർക്കൊക്കെ നിങ്ങൾക്ക് പരിചയമായിരിക്കും ഇതിൽ ഒരാളെ, വേറൊരാളെ അത്ര പരിചയം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നാലും വെൽക്കം രാഖി ആൻഡ് സാജിദ. രാഖി എന്ന് പറയുന്നത് ശരിക്കും സാജിദിനെക്കാട്ടിലൊക്കെ മുന്നേ ഞങ്ങൾക്ക് പരിചയമുള്ള ആളാണ് രാഖി. KS എക്സാമിന്റെ സമയം മുതൽ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ് രാഖി. 2018 ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിട്ട് ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പം സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണ്. 2023 നടന്ന DA NCA എക്സാമിൽ സെക്കൻഡ് റാങ്ക് ആയിരുന്നു. NCA എക്സാം ആയതുകൊണ്ട് തന്നെ അറിയാം, നമുക്ക് ഇപ്പോൾ ഒരു വേക്കൻസിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരാളെ മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെ രാഖിക്ക് അന്ന് പ്രവേശിക്കാൻ പറ്റിയില്ല സർവീസിൽ. വെൽക്കം രാഖി. നമ്മുടെ രണ്ടാമത്തെ ഗസ്റ്റ് സാജിദയാണ്, സാജിദ സലീം. സാജിദേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് സാജിദേന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ചുണ്ട്. 2024 നടന്ന ജനറൽ എക്സാമിൽ 5th റാങ്ക് ആയിരുന്നു സാജിദ. ഇപ്പോൾ ഈ മാസം നമുക്ക് സാജിദ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹായ് സാജിദ. മ്യൂട്ടാണ്. താങ്ക് യു ദീപിക. ദീപിക പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ എന്താ പറയാ, ഫ്രം ദ വെരി ബിഗിനിങ് ഉള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കുട്ടികളൊക്കെ മേ ബി ഈ ഒരു സെഷൻ കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന രാഖിയുടെ സെഷൻ കൊണ്ടായിരിക്കും. ബിക്കോസ് പുതിയ ഒരാളാണ്. എന്റെ സ്ട്രാറ്റജീസ് ഒക്കെ ഏകദേശം നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ദീപിക പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ജോബിനെ കുറിച്ചും ജോബ് പ്രോസ്പെക്ടസിനെ കുറിച്ചും കുറച്ചും കൂടി ഒരു ധാരണ വന്നത്. സോ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു. താങ്ക് യു സാജിദ. പിന്നെ കൂടെ നമുക്ക് നിഷാനയും കൂടെ ഉണ്ട്. നിഷാനയാണ് KSOന്റെ മറ്റൊരു ഓണർ. അപ്പം ഹായ് നിഷാന. ഹായ്, ഞാൻ വീഡിയോ ഓൺ ആട്ടോ. ഒരു 5 മിനിറ്റ്സും കൂടെ വേണം എനിക്ക്. ഓക്കെ, സാരില്ല. നമുക്ക് ചെറിയൊരു സെഷനാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. നമ്മൾ ലാസ്റ്റ് അത് അഡ്രസ് ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് പറയുന്നതിന് മുമ്പ് ഇത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പം നമ്മുടെ രാഖി ആയാലും സാജിദ ആയാലും രണ്ടുപേരും അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണ്. എന്നിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളവരുമാണ്. അപ്പം കൂടെ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരും അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികളുമാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഈ മെയിൻസ് എക്സാമിന്? എങ്ങനെയാണ് നിങ്ങൾ 3 പേപ്പറിനെയും അപ്രോച്ച് ചെയ്തത്? നമുക്ക് രാഖിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഓൾ. ഞാൻ എഴുതിയ സമയത്ത് പ്രിലിംസ് കോമൺ ഡിഗ്രി പ്രിലിംസ് ആണ്. അപ്പൊ എനിക്ക് വലുതായിട്ട് അക്കൗണ്ടൻസിയെ പറ്റിയോ അല്ലെങ്കിൽ മാത്സിനെ പറ്റിയോ ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ കോമൺ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ ഞാൻ ഓൾറെഡി ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ശരിക്കും ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ് ഞാനൊന്നും പ്രിപ്പയർ ചെയ്ത് തന്നെ പോയി. ഐ ക്രാക്ക് ദ പ്രിലിംസ്. ഓക്കെ, അപ്പം പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞ ശേഷം റിസൾട്ട് വന്ന ശേഷമാണ് ഇതിന്റെ ശരിക്കും DAയുടെ സിലബസ് ഞാൻ ശരിക്കും നോക്കുന്നത്. ഇതിനകത്ത് അക്കൗണ്ടൻസി ഉണ്ട്, മാത്സ് ഉണ്ട്, GK ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട് എന്ന് ഞാൻ കാണുന്നപ്പോൾ എനിക്ക് അക്കൗണ്ടൻസി യാതൊരു അറിവുമില്ല, 0 നോളജ് ആണ്. ഞാൻ BTech കമ്പ്യൂട്ടർ സയൻസ് ആണ്. +1 ഉം +2 പോലും ഞാൻ കമ്പ്യൂട്ടറാണ് പഠിച്ചത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എനിക്ക് അത്ര പോലും എനിക്കൊരു ലിങ്ക് ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണ് അക്കൗണ്ടൻസി. എന്റെ ജീവിതത്തിൽ ഒരിക്കലും പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എനിക്ക് 0 നോളജ് ആണ് അക്കൗണ്ടൻസിയിൽ. മാത്സ് BTech ആയതുകൊണ്ട്
അത്യാവശ്യം എനിക്കറിയാം, അത്യാവശ്യം ചെയ്യും. മീൻസ് 10th-ലും +1 +2 കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഗ്രാസ്പ്. അതുപോലെ തന്നെ സീസാറ്റ് പഠിക്കുന്നതുകൊണ്ടും ഈ മാത്സിന്റെ അതായത് DAയുടെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മറ്റേ അഗർവാളിന്റെ പോർഷൻസ് ആണ്, അതായത് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ അതും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെയുള്ള GK ആണ്, അതിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോർഷനാണ് GK. അപ്പൊ അത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും അതിന് വേണ്ടി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമിനും അങ്ങനെ ഒരുപാട് പഠിക്കാറില്ല. കറണ്ട് അഫയേഴ്സ് മാത്രം റൗണ്ട് അപ്പ് ചെയ്യുന്ന ഒരാളാണ്. ബേസിക്സ് ഒന്നും ലൈക്ക് ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കാറില്ല. താങ്ക്ഫുള്ളി എനിക്ക് എഴുതാൻ പറ്റാറുണ്ട്. MCQ ആണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം അപ്പർ ഹാൻഡ് ഉള്ളൊരു സബ്ജക്റ്റ് ആണ്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് ആണ്. അത് ഞാൻ പറയാം എങ്ങനെയാണ് ഞാനത് അതിന്റെ സ്ട്രാറ്റജി ഫോളോ ചെയ്തതെന്ന് വിശദമായിട്ട് തന്നെ പറയാം. ഇംഗ്ലീഷിൽ ഏത് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം ഈ 3 പേപ്പറിന് 3 തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് വെച്ചത്. അക്കൗണ്ടൻസി എനിക്ക് 0 നോളജ് ആയതുകൊണ്ട് ഞാൻ ഒരിടത്ത് കോച്ചിങ് എടുത്തിരുന്നു. ടീച്ചർ അടുത്ത് തന്നെ പോയി പഠിച്ചു. മാത്സ് ഞാൻ എങ്ങും പോയി പഠിച്ചില്ല. മാത്സും എനിക്ക് അത്യാവശ്യം അറിയുന്നതാണ്. GK ഞാൻ ഒന്നുമേ പഠിച്ചില്ല. ബിക്കോസ് എനിക്ക് അപ്പർ ഹാൻഡ് ഉള്ള എനിക്കുള്ളതിൽ ഏറ്റവും അറിയുന്ന സബ്ജക്ട് GK ആണ്. GK മീൻസ് GS ആണ്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷില് ഗ്രാമർ പോർഷനും പ്രിസിയും. ഇതില് ഗ്രാമർ പോർഷൻ ഞാൻ പഠിച്ചത് എൻട്രിയുടെ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കി, അത് കൂടാതെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് പറയാൻ നമുക്ക് വഴി വരുന്നുണ്ട് അതിനെപ്പറ്റി. അതും പിന്നെ പ്രിസി റൈറ്റിംഗ് ഇന്റർനെറ്റ് സെർച്ച് ചെയ്തു. പിന്നെ ഞാൻ ദീപികയോട് ചോദിച്ചിരുന്നു എക്സാമിന് ഒരു 4-5 ദിവസം മുമ്പ് ഇതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ദീപിക MA ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് ഇന്റർനെറ്റ് ഒക്കെ സെർച്ച് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോ എനിക്ക് തീരെ ഐഡിയ ഇല്ലായിരുന്ന ഒരു പ്രിസിയുടെ കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒരിക്കലും നമ്മൾ എഴുതണം. ഈ മെയിൻസ് എഴുതുമ്പം, അതായത് UPSCയുടെ മെയിൻസ് എഴുതുമ്പം പോലും നമുക്ക് പ്രിസി ഉണ്ട്. അപ്പൊ ആ പ്രിസി പോലെ അല്ല ഈ പ്രിസി, ഇത് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആയിട്ട് തന്നെ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ 3 പേപ്പറിന് 3 അപ്രോച്ച് വെച്ചത്. പിന്നെ സെക്കൻഡ് പാർട്ട് ഈ രീതിയിലാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് അടുത്ത ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. ഫോളോ അപ്പ് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾ കോച്ചിങ് ചെയ്തിരുന്നോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോച്ചിങ് ചെയ്തിരുന്നു. കോച്ചിങ് എടുത്തത് അക്കൗണ്ടൻസിക്കാണ് ഞാൻ കോച്ചിങ് എടുത്തത്. അത് ഞാൻ മെയിൻസിന്റെ സമയത്താണ്. നമുക്ക് ആ സമയത്ത് ഫസ്റ്റ് സ്റ്റേജിൽ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്നത് ജനറൽ നോളജ് അതെ, അതിപ്പോ പറയണോ ദീപിക? ജനറൽ നോളജിന്റെ കാര്യം ടച്ച് ചെയ്യാം, കുഴപ്പമില്ല. ടച്ച് ചെയ്യില്ല, കുഴപ്പമില്ല. ഓക്കെ, GKയുടെ കാര്യം, ഇതിനൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്. നിങ്ങളുടെ കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അവാർഡ്സ്, മീൻസ് ബുക്സ്, സ്പോർട്സ്, ഇങ്ങനെ കൃത്യമായൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വാരി വലിച്ച് പഠിക്കണ്ട, അതിന്റെ ഒരു ആവശ്യവും ഇല്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു അവാർഡ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ബുക്കർ പ്രൈസ്, ആ ബുക്കർ പ്രൈസിനെ കുറിച്ചൊരു 2 സെന്റൻസ്, അതെന്താണ്, എവിടെയാണ്, ലാസ്റ്റ് 2 years കിട്ടിയ ആൾക്കാരുടെ പേരുകൾ, അത് വ്യക്തമായിട്ട് ബുക്കിൽ എഴുതി കൃത്യമായിട്ട് ഈ ഓരോ ഹെഡിങ്ങും എഴുതി ഇതിന്റെ താഴെ വരുന്ന നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന അവാർഡ്സ് എല്ലാം എഴുതി ഒരു നോട്ട് സൂക്ഷിച്ച ഒരു 200 പേജസിന്റെ ഒരു ബുക്ക് മേടിച്ചു. ഞാൻ ആ നോട്ട് സൂക്ഷിച്ചിട്ടാണ് എഴുതിയത്. ബിക്കോസ് കറണ്ട് അഫയേഴ്സ് എപ്പോഴും റൗണ്ട് അപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ബേസിക്സ് മാത്രമേ പഠിക്കാതിരിക്കാറുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് ഞാൻ അതും എന്റെ ഈ സിലബസും കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്റെ ഒരു മോഡൽ എന്തായാലും ഷെയർ ചെയ്യാം, ഞാൻ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്തെന്നുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക്സ് രാഖി. അടുത്ത നമുക്ക് സാജിദയുടെ സ്ട്രാറ്റജിയും 3 പേപ്പർ എങ്ങനെ അപ്രോച്ച് ചെയ്തെന്നുള്ളതിലേക്ക് കിടക്കാം. സാജിദ. രാഖി പറഞ്ഞ പോലെ തന്നെ അതുപോലൊക്കെ തന്നെയാണ് എന്റെ കാര്യം. പിന്നെ പ്രിലിംസിൽ കോമൺ പ്രിലിംസ് ആയിരുന്നല്ലോ, നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന്റെ കൂടെ ഉള്ള കോമൺ പ്രിലിംസ് ആയിരുന്നു. അപ്പം ഈവൻ DA എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു എന്ന് പോലും ലേറ്റർ ഓൺ ആണ് ഞാൻ റിയലൈസ് ചെയ്തത്. അപ്ലൈ ചെയ്യാന്നുള്ള ആ ഒരു ഇതിൽ ആ ഒരു സമയത്ത് ജസ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കോമൺ പ്രിലിംസ് ആയതുകൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റി. പിന്നെ മെയിൻസിലേക്ക് വന്ന് ഞാൻ ആക്ച്വലി സ്പീക്കിംഗ് ക്വാളിഫൈ ചെയ്തിട്ടും ഞാൻ എഴുതണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കാസോണിലെ ദീപികയും നിഷാനയും നമ്മുടെ ഉണ്ണി ബ്രോയും സാജിദയും നിങ്ങളുടെയൊക്കെ അനുപമാജി, നിങ്ങളുടെയൊക്കെ ഒരു മോട്ടിവേഷന്റെ പുറത്ത് എന്തായാലും എഴുതണം, നല്ല പോസ്റ്റാണ് എന്നൊക്കെ പറയാം, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തതിന്റെ പുറത്ത് മാത്രമാണ് ആക്ച്വലി ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ പേപ്പർ 1 and പേപ്പർ 3 റിഗാർഡിങ് പേപ്പർ 1 and പേപ്പർ 3 സെക്രട്ടറി ടെസ്റ്റിന്റെ സമയത്ത് തന്നെ നമ്മൾ പേപ്പർ 1 ചെയ്തിരുന്നു. അപ്പോ ഇംഗ്ലീഷും GKയും ആ ഒരു അപ്രോച്ച് ആയിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു എഫേർട്ട് എടുത്തില്ല, ടു ബി ഫ്രാങ്ക്.
പിന്നെ പ്രിസി റൈറ്റിംഗ് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു പ്രാവശ്യം ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടി ചെയ്തിരുന്നു. അപ്പോൾ പ്രിസിയുടെ ഒരു ഐഡിയ ഉണ്ട്. രാഖി പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്കൊരു ഒരുപാട് ടോപ്പിക്സ് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം പ്രിസി ഞാൻ എടുത്തിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ബുക്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് പ്രിസിയുടെ കുറച്ച് ഇത് ചെയ്തു. അല്ലാതെ ഇംഗ്ലീഷിൽ ഞാൻ പ്രത്യേകിച്ച് വലിയൊരു എഫേർട്ട് ഇട്ടില്ല, ഇംഗ്ലീഷിലും ജി കെയിലും. പിന്നെ മാത്സ്, കമ്മിങ് ടു പേപ്പർ 3 മാത്സും എനിക്കൊരു ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, എംടെക് കഴിഞ്ഞ ഒരാളാണ്. സോ എനിക്ക് മാത്സും ഒരു പ്രശ്നമല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് മാത്സ് തോന്നിയിട്ടുള്ളത്. സോ മാത്സും വലിയ കുഴപ്പമില്ല. പിന്നെ പേപ്പർ 2 അക്കൗണ്ടൻസി, പറഞ്ഞ പോലെ പ്രിലിംസിന് ഞാൻ ഒരിക്കലും അക്കൗണ്ടൻസി പഠിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നീടാണ് ഈ മെയിൻസ് ക്ലിയർ ചെയ്ത ആ ഒരു സമയത്ത്, എനിക്ക് തോന്നുന്നു റിസൾട്ട് വന്നത് തന്നെ ഏകദേശം ഫെബ്രുവരി, അതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. സോ ഒരു മാർച്ച് എൻഡിലേക്കാണ് ഞാൻ അക്കൗണ്ടൻസി പഠിച്ചു തുടങ്ങിയത്. ഞാനിങ്ങനെ പറയാൻ കാരണം പിന്നീട് എനിക്ക് കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ ആകെ ഒരു 1.5 മാസമാണ്. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് കോവിഡ് വന്നു, പിന്നെ ചെറിയ 2 കുട്ടികളാണ് എനിക്കുള്ളത്. സോ ഇതിന്റെ ഒക്കെ ഇടയ്ക്കും എനിക്ക് 1.5 മാസം കൊണ്ട് നമ്മുടെ സിലബസ് അക്കൗണ്ടൻസി എനിക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതില് എനിക്ക് ഒരുപാട് പേരെ മെൻഷൻ ചെയ്യാനുണ്ട്. രാഖിയെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയണം. നിഷാന വഴിയാണ് രാഖിയെ ഞാൻ പരിചയപ്പെടുന്നത്. രാഖി എനിക്ക് ഒരുപാട് ഇത്ര സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ രാഖി അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഷെയർ ചെയ്ത് തന്നിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ഏത് എക്സാം ആണെങ്കിലും നമ്മൾ എപ്പോഴും ബേസിക്കിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഗുണമായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈവൻ സിവിൽ സർവീസ് എക്സാമിനാണെങ്കിൽ പോലും യു ഹാവ് ടു സ്റ്റഡി ഓർ യു ഹാവ് ടു റീഡ് ദറ്റ് NCERT ബുക്സ്. അപ്പം ആ സ്റ്റാൻഡേർഡ് NCERT ബുക്സ് കിട്ടുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് എ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിന്റെ പുറത്ത് ഒരു അലങ്കാരമാണ് നമ്മൾ ചെയ്യുന്നത്, ഓരോ ഓർണമെന്റേഷൻ ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് പോലും ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഡിങ് അപ്പ് ദ ഫ്ലേവർ. അപ്പൊ നമ്മൾ എന്തിനും ഒരു സോളിഡ് കോൺക്രീറ്റ് വേണോ, അല്ലെങ്കിൽ സോളിഡ് ഫൗണ്ടേഷൻ വേണം. ആ ഫൗണ്ടേഷൻ എന്നുള്ളത് NCERT ആണ്. ആ ഒരു തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അക്കൗണ്ടൻസിയിലും ആ ഒരു സ്ട്രാറ്റജിയാണ് എടുത്തിരുന്നത്. NCERT പഠിച്ചു, പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എടുത്തു. പിന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ദീപിക ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, അതെ ഏതൊക്കെ അതെ ടെക്സ്റ്റ് ആണ്. അതെ ഓക്കെ, അതെ അത് അപ്പോ പറയാ. അപ്പോ ഈ ഒരു 1.5 മാസം അക്കൗണ്ടൻസി മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അതിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സബ്ജക്റ്റിന് സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി. നമ്മുടെ ഈ ഒരു ടൈമിൽ റിസോഴ്സ് ഫ്ലഡിങ് എന്നുള്ളൊരു സംഭവമാണല്ലോ. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിലെ ഒരു ടോപ്പിക്ക് തന്നെ ഒരാഴ്ച എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കുട്ടികൾ പലപ്പോഴും, ഞാൻ ഈവൻ സെക്രട്ടറി ടെസ്റ്റിന്റെ സമയത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ഒരു ടോപ്പിക്കിൽ PhD എടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. അങ്ങനെ വേണ്ട. വി ഹാവ് ടു ബി ജനറലിസ്റ്റ്. നമ്മൾ ഒരിടത്തും സ്പെഷ്യലിസ്റ്റ് ആവേണ്ട കാര്യമില്ല. യു ഓൺലി ഹാവ് ടു ബി ജനറലിസ്റ്റ്. അതാണ് PSC നമ്മളിൽ നിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോ ആ സമയത്ത് ഓരോ ടോപ്പിക്കിനെ പറ്റി കൃത്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതായിരുന്നു എന്റെ സ്ട്രാറ്റജി. അങ്ങനെ 10 മൊഡ്യൂളിലും വെച്ചിട്ട് ഞാൻ എന്റെ ഹാൻഡ് റിട്ടൺ നോട്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു. സോ വൺസ് നമ്മൾ എഴുതുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് യു വിൽ ഫീൽ ടയർഡ്, ഓർ നമുക്കത് തോന്നില്ല, ചെയ്യാൻ തോന്നില്ല. നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം വി വിൽ തിങ്ക് ദാറ്റ് ഇറ്റ്സ് എ വേസ്റ്റേജ് ഓഫ് ടൈം. ബിക്കോസ് ഞാൻ സെർച്ച് ചെയ്ത, റെഫർ ചെയ്ത ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. സോ വൈ ഐ ഹാവ് ടു റൈറ്റ് ദാറ്റ് എന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മൾ വരും. പക്ഷെ അങ്ങനല്ല. വൺസ് നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാങ്കി ആപ്പ് അല്ലേ മാൻ, അങ്ങനെ ഒരു ആപ്പ് ഇല്ലേ കാർഡ്സ് ഉള്ളത്, ആപ്പിന്റെ പേര് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. ഞാൻ എന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് തന്നെയാണ് എഴുതാറ്. അപ്പോൾ ഇത് പോർഷൻ ഈ 1.5 മാസം കൊണ്ട് എന്റെ സിലബസിലെ 10 മൊഡ്യൂൾസും ഞാൻ സെൽഫ് സ്റ്റഡി തന്നെ ആയിരുന്നു, കോച്ചിങ് ഒന്നും എടുത്തിരുന്നില്ല. അപ്പോൾ എന്റെ ഫസ്റ്റ് തിങ് ഈസ് ലൈക്ക് കവറിങ് ദ ഹോൾ മൊഡ്യൂൾ. ആ 10 മൊഡ്യൂളും കവർ ചെയ്തിട്ട് പിന്നെ അത് എൻ്റെ ഒരു നോട്ട്സ് വെച്ച് തന്നെ റിവൈസ് ചെയ്ത് എക്സാമിന്റെ തലേന്നും എൻ്റെ നോട്ട്സ് എൻ്റെ കയ്യിൽ ഒരു ക്രിസ്പി ആയിട്ടൊരു ഹാൻഡി നോട്ട് ഉണ്ടായിരുന്നു, അത് തന്നെയാണ് ചെയ്തിരുന്നത്. അതെ, ആംഗിയപ്പ്. അത് വെച്ചിട്ട് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ടെക്നോളജി യൂസ് ചെയ്ത് അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും എന്താ പറയാ, കുറച്ചും കൂടി നോട്ട്സ്, എന്റെ നോട്ട്സിൽ ഞാൻ എന്റെ കൈ കൊണ്ട് എഴുതുന്ന നോട്ട്സ് ഒക്കെ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റാറുണ്ട് എക്സാമിന്. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതാറുണ്ട്. അപ്പൊ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കവർ ദാറ്റ് പോർഷൻ, ദെൻ റിവൈസ്, റിവൈസ്. ഇത് തന്നെയാണ്, ഇതായിരുന്നു എന്റെ ഒരു സ്ട്രാറ്റജി. ഓക്കെ ഓക്കെ. സാജിത കോച്ചിങ് എടുത്തില്ല എന്നാണല്ലേ പറഞ്ഞത്? അതോ അക്കൗണ്ടൻസി അതിനെന്തെങ്കിലും കോച്ചിങ് എടുത്തിരുന്നോ? സെൽഫ് ഇല്ല പ്രിപ്പറേഷൻ മാത്രമായിരുന്നോ? ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. പക്ഷെ സെൽഫ് സ്റ്റഡി ആണെങ്കിലും എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് റിസോഴ്സസ് കിട്ടിയിരുന്നു.
എന്റെ ബ്രദർ ഇൻ ലോ സി ആയിരുന്നു, പിന്നെ നിഷാന CMA ആയിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് ചോദിക്കേണ്ട താമസം നിഷാന എവിടെന്നെങ്കിലും ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുതരുമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് എന്റെ എന്താ പറയാ റിസോഴ്സ് ഗോഡ് രാഖി ഉണ്ടായിരുന്നു, രാഖി ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓൾവേസ് എന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ NCERT. എവിടെ ഏത് എക്സാമിനാണെങ്കിലും സിലബസിൽ എന്തെങ്കിലും ഒരു കീവേഡ് ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുക അത് NCERT എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. ആ കീവേഡ് ആസച്ച് ടൈപ്പ് ചെയ്തിട്ട് NCERT എന്ന് ഞാൻ കൊടുക്കും. അപ്പോൾ നമുക്ക് NCERT എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ NCERT വെച്ചിട്ട് ഞാൻ ഫണ്ടമെന്റൽ ഉണ്ടാക്കി. പിന്നെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതിന്റെ BCom മെറ്റീരിയൽസ് ഉണ്ട്. BCom മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ടോപ്പിക്സ് എല്ലാം, അതായത് ഒരു +2 നമ്മൾ NCERT എന്ന് പറഞ്ഞ ഒരു +2 സ്റ്റുഡന്റിന് വായിച്ചാൽ മനസ്സിലാവുന്ന, ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും. ആ +2 ലെവൽ ബേസിക് ഉള്ള ഒരാൾ വായിക്കുന്ന അടുത്ത സ്റ്റേജിൽ വായിക്കുന്ന ബുക്കാണത്. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രാറ്റജി തന്നെ അഡോപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് NCERT, ദെൻ ഡിഗ്രി ലെവൽ മെറ്റീരിയൽ, ദെൻ RN കാർട്ടർ എന്നുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്. ആ ഒരു രീതിയിലാണ് പോയത്. സജിത, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ മാത്സ് ഫാക്കൽറ്റി ചിത്ര മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം മാം. നമ്മൾ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളൊരു ലേണർ അപ്രോച്ച് കീപ്പ് ചെയ്യണം എന്നുള്ളത്. മാമിന് 12 years എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാൽ പോലും മാത്സിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരാൻ അഡീഷണൽ കിട്ടുമല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് മാം ജോയിൻ ചെയ്തത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എല്ലാവരും സ്റ്റഡീസിൽ കീപ്പ് ചെയ്യണം കേട്ടോ. സജിത, ഒരുപാട് സ്റ്റുഡൻസിന് അറിയേണ്ട ഒരു കാര്യം. മാം ഒന്ന് ഫേസ് റിവീൽ ചെയ്യാമോ? ഫേസ് ഞാൻ പുറത്ത് ഇതിലുള്ളത്. ഓക്കെ മാം. സാജിദ, ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ അക്കൗണ്ടൻസിയിലാണെങ്കിൽ RN കാർട്ടർ പറഞ്ഞിട്ടുണ്ട്, ഫീൽഡ് ഹൗസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യൂഷ്വലി നമ്മൾ സിലബസിൽ അങ്ങനെ കാണാറേ ഇല്ല. അപ്പൊ സ്പെസിഫിക്കലി ഒരു ടെസ്റ്റ് പറയുമ്പോൾ അത് പഠിക്കണോ വേണ്ടേന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അതൊന്ന് അഡ്രസ് ചെയ്യാവോ? അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ RN കാർട്ടർ എന്നുള്ള ബുക്കിലേക്ക് ഫസ്റ്റ് നമ്മൾ പോവുകയാണെങ്കിൽ ഒരിക്കലും ഒരു നോൺ അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡന്റ് അവിടെ വെച്ച് ആ പഠനം നിർത്തും. അതാണ് നിഷാന അതിന്റെ ഒരു പ്രത്യേകത. കാരണം അതിലേക്ക് എത്തിയാൽ നമുക്ക് ടേംസ് ഇതല്ല. ഒന്നാമത്തെ കാര്യം ഏർലി 90s എഴുതിയ ബുക്കാണ്. പിന്നെ ബേസിക്കലി ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ബ്രിട്ടൻ. അപ്പൊ അന്നത്തെ അവിടുത്തെ ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ സെനോറിയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്റെ ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും പറയുന്നത്, യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് NCERT ഏതൊക്കെ ടോപ്പിക്സ് സിലബസിൽ ഏതൊക്കെ പോർഷൻസ് ഉണ്ടോ യു ഷുഡ് കവർ ദാറ്റ്, യു ഷുഡ് മേക്ക് നോട്ട് ഓൺ ദാറ്റ്. ദെൻ യു ജസ്റ്റ് ഗോ ത്രൂ എ ഡിഗ്രി ലെവൽ മെറ്റീരിയൽ. ഡിഗ്രി ലെവലിലുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ഏത് യൂണിവേഴ്സിറ്റി എങ്കിലും. ഒബ്വിയസ്ലി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽസ് ആണ് എടുത്തിരുന്നത്, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ. അത് ഫ്രീ ആയിട്ട് റിസോഴ്സ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് BCom അക്കൗണ്ടൻസി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയൽ കിട്ടും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നോട്ട് എടുത്തു. പിന്നെ നിയോസിന്റെ നോട്ട്സും നല്ലതാണ് കേട്ടോ. NIOS. അപ്പൊ നമ്മുടെ ടോപ്പിക് കൊടുത്തിട്ട് NIOS എന്ന് കൊടുത്താൽ നിയോസിലും വളരെ ക്രിസ്പി ആയിട്ട് ഹാൻഡ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഇത് ഗൂഗിൾ ചെയ്ത് ഒരുപാട് പോകരുത് കേട്ടോ. ഒരു ടോപ്പിക്കിൽ തന്നെ 3 സോഴ്സ് വേണം എന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് NCERT ഫണ്ടമെന്റൽ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഓർണമെന്റേഷൻ പോലെ ഡിഗ്രി മെറ്റീരിയൽസ് എടുക്കുക. കാരണം എനിക്ക് തോന്നുന്നു NCERT നമുക്കൊരു 4 to 5 മൊഡ്യൂൾസ് ആണ് NCERT ഉള്ളത്. അപ്പൊ ബാക്കിയുള്ള മൊഡ്യൂൾസിന് യു ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അതർ സോഴ്സസ്. അപ്പൊ ആ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡിഗ്രി മെറ്റീരിയൽസ് എടുക്കുക. ദെൻ ഇഫ് ടൈം അലോസ്, ഇഫ് യു ഹാവ് ഇനഫ് ടൈം, ദെൻ ഗോ ത്രൂ PG മെറ്റീരിയൽസ് ഓൾസോ. ഞാൻ PG ലെവൽ മെറ്റീരിയലിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ, ഡിഗ്രി ലെവൽ തന്നെയാണ്. പിന്നെ നിയോസിനും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോ സോഴ്സിലും പോകുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഒരു സോഴ്സിൽ നിന്ന് എന്താണോ വേണ്ടത് കൃത്യമായിട്ട് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാത്രം ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഫൗണ്ടേഷനായി ഒരിതായി അതിന്റെ മുകളിലേക്കാണ് ഞാൻ RN കാർട്ടർ വെച്ചത്. അങ്ങനെ നമ്മൾ RN കാർട്ടറിലേക്കൊക്കെ നോക്കി കഴിയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതർവൈസ് യു വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട്. ഇഫ് യു ഹാവ് അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഞാൻ നോൺ അക്കൗണ്ടൻസി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുടെ കേസ് പറയാണ്, ഈ ഒരു അപ്രോച്ച് ആയിരിക്കണം. NCERT, ഡിഗ്രി മെറ്റീരിയൽ, ദെൻ ഗോ ടു RN കാർട്ടർ. ഒബ്വിയസ്ലി സിലബസ് ബേസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഇഫ് യു റൈറ്റ് ദ ഡെഫിനിഷൻ ഓൺ ദാറ്റ് RN കാർട്ടർ യു വിൽ ഗെറ്റ് അഡീഷണൽ മാർക്ക്. അത് ഉറപ്പാണ്. മാത്സിൽ ഒരു ടെക്സ്റ്റ് ഇല്ല, മാത്സിൽ ഒരു പഴയ ടെക്സ്റ്റ്. പക്ഷേ നിഷാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ 8, 9, 10 NCERT ടെക്സ്റ്റ്. ദാറ്റ്സ് ഇനഫ്. പിന്നെ ഞങ്ങളുടെ ഇതിൽ കുറച്ച് ഹയർ ചോദിച്ചിരുന്നു, ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ ഇനി അത് 11th 12th ഈവൻ
നിങ്ങളത് പഠിച്ചില്ലെങ്കിലും ദാറ്റ് ഡസൻ മാറ്റർ, ബിക്കോസ് നമുക്ക് 50% ആണല്ലോ. ഫീൽഡ് ഹൗസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു ബേസിക് ഇല്ലാത്ത ഒരാള് ഡയറക്റ്റ് ആർ എൻ കാർട്ടറിലോ ഫീൽഡ് ഹൗസിലേക്കൊക്കെ പോകുമ്പോൾ യു വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്സ്. പിന്നെ ചില ടോപ്പിക്സ് ഉണ്ട് കേട്ടോ, കോസ്റ്റ് മൈനിങ് ബുക്സ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അത് വേറെ എങ്ങും കിട്ടില്ല. യു ഹാവ് ടു റെഫർ ദാറ്റ് ആർ എൻ കാർട്ടർ. അതുപോലെ തന്നെയാണ് വോയേജ് അക്കൗണ്ടും. പക്ഷെ വോയേജ് അക്കൗണ്ട് ഡിഗ്രി മെറ്റീരിയൽ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആർ എൻ കാർട്ടറിലെ തന്നെ ഡെഫിനിഷൻ പഠിച്ചാൽ ഇറ്റ്സ് ബെറ്റർ. അപ്പോ സിലബസ് ബുക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ യു ഷുഡ് നോട്ട് ഗോ ഡയറക്ട്ലി ടു ദാറ്റ് ബുക്സ്. അങ്ങനെയാണെങ്കിൽ യു വോണ്ട് ബി ഏബിൾ ടു ക്രാക്ക് ദിസ് എക്സാം, ബിക്കോസ് യു വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് ദ കൺസെപ്റ്റ്. നമുക്ക് കൺസെപ്റ്റൽ ക്ലാരിറ്റി ആണല്ലോ വേണ്ടത്. ഏതൊരു എക്സാമും നമ്മൾ എപ്പോഴും കൺസെപ്റ്റൽ ക്ലാരിറ്റി ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ക്ലാരിറ്റി ഓൺ ദാറ്റ് സബ്ജക്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു അപ്രോച്ചിൽ പോയി കഴിഞ്ഞാൽ NCERT ഡിഗ്രി ലെവൽ മെറ്റീരിയൽ ദെൻ സിലബസ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന അപ്രോച്ച് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. പിന്നെ ഫോർ മാത്സ് നമുക്ക് എപ്പോഴും 8, 9, 10 NCERT ഈസ് ഇനഫ്. പിന്നെ സ്റ്റെപ്പ് ചെയ്ത് പഠിക്കാം. ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ മാത്സിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് NCERT പഠിക്കുക, വാട്ട് എവർ ഇറ്റ് ഈസ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും യു ഷുഡ് ഹാവ് ടു ഡു വൺ തിങ്. അതായത് ഒരു 3/3 മൾട്ടിപ്ലിക്കേഷൻ അല്ലെ ഒരു 4/3 മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഡിവിഷനും 4/3 ഡിവിഷൻ ചെയ്യുക, 4/2 ഡിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ 4 ഡിജിറ്റ്സ് തമ്മിലുള്ള സമ്മ്, 4 ഡിജിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ പലപ്പോഴും ചിരി വരും, ഇതെന്ത് ഇത്ര. അതാണ് വേണ്ടിയത്. കാരണം എക്സാം ഹോളിൽ നമ്മൾ പോയിരിക്കുമ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒന്നും നമുക്കൊരു പ്രശ്നമായിരിക്കില്ല, കൺസെപ്റ്റ് നമുക്ക് പ്രശ്നമായിരിക്കില്ല. പക്ഷെ ആൻസർ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, എന്നോട് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആൻസർ എഴുതി ഇപ്പൊ PYQ നോക്കുന്നു, PYQ നോക്കി നമ്മൾ ഫൈനൽ സ്റ്റെപ്പിൽ അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു 3/2 മൾട്ടിപ്ലിക്കേഷൻ വന്നു. അപ്പൊ 3/2 മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പോ ഒബ്വിയസ്ലി പലരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് അറിയാലോ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ എനിക്ക് അറിയാലോ, അപ്പൊ ഞാൻ എക്സാം ഹാളിൽ പോയിരുന്ന എന്തായാലും ഇത് ചെയ്യും, അവിടെ വെച്ച് നിർത്തും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ വരെ കൊണ്ടുവന്നതിൽ വലിയ കാര്യമില്ല. ഫൈനൽ ആൻസറിൽ ഇത്ര മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാലും 200 മാത്സ് ഇമ്പോർട്ടന്റ് ആണ്, 50% മാർക്ക് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചിലപ്പോൾ നമ്മൾ അവിടെ പോയി നമ്മൾ വിടുകയില്ല. അതാണ് പ്രശ്നം. നമുക്ക് സ്പീഡും കാണില്ല, ഈ അത് വിടുകയും ചെയ്യില്ല. കാരണം ബിക്കോസ് വി നോ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ അവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു എക്സാമിന്റെ തലേ ദിവസം ഞാൻ പറയുകയാണെങ്കിൽ മാത്സിന് ശരിക്കും ഒരാഴ്ച ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇത് 4 കുറച്ച് ഞാൻ പറഞ്ഞ പോലെ 4/4ഉം 3/4ഉം ഒക്കെ ഒന്ന് ചെയ്യുക, സ്പീഡപ്പ് ആവുക. യു വിൽ സീ ദാറ്റ് ഫസ്റ്റ് ഡേയിൽ ഈ ഒരു പ്രൊസീജിയറിന് യു വിൽ ടേക്ക് മോർ ടൈം. സെക്കൻഡ് ഡേ ആകുമ്പോൾ ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് കുറവ് മതിയാവും. തേർഡ് ഡേ ആകുമ്പോൾ 10 മിനിറ്റ്സ് ആയി ഡൗൺ ചെയ്യും. അങ്ങനെ നമ്മുടെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അതാണ് മാത്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. പലപ്പോഴും പലരും അവോയ്ഡ് ചെയ്യുന്ന കാര്യവും അതാണ്. ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ട് അല്ലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ദിസ് ഐ ക്യാൻ ഹാൻഡിൽ എന്നുള്ള രീതിയിൽ അതങ്ങ് വിടും. നോ, അത് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. രാഖി നോക്കിയിരുന്നോ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഏതെങ്കിലും? ഇല്ല, ഞാന് എൻ്റെ ഡിഫറെന്റ് ആയ ഒരു അപ്രോച്ചാണ് വെച്ചത്. അക്കൗണ്ടൻസിക്ക് ഞാൻ കോച്ചിങ് എടുത്തിരുന്നു. ആ ടീച്ചറിന്റെ നോട്ടും ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നിയോസിന്റെ മെറ്റീരിയലും, അതായത് ഓപ്പൺ സ്കൂളിന്റെ ആണെന്ന് തോന്നുന്നു, അതിന്റെ മെറ്റീരിയലുമാണ് ഞാൻ ഫോളോ ചെയ്തത്. പിന്നെ ഞാൻ ആ കോച്ചിങ് എടുത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന വോയേജ് അക്കൗണ്ടും അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ എല്ലാ മെറ്റീരിയലും എനിക്ക് അവൈലബിൾ ആയിരുന്നു, ഈസിലി അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആർ എൻ കാർട്ടർ നോക്കിയില്ല, ഞാൻ ഫുൾ ആയിട്ട് ആ ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്തത്. ബിക്കോസ് എനിക്ക് 0 നോളജ് ആയതാണ് ഒരു കാരണം. അപ്പൊ അത്ര ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നില്ല. ആ സമയത്ത് പാരലലായിട്ട് UPSC നോക്കുന്നുണ്ടായിരുന്നു, അതാണ് ഒരു കാരണം. മാത്സിന്റെ കാര്യത്തില് 10th CBSE ടെക്സ്റ്റ് ബുക്ക് അത് ഞാൻ എല്ലാ എക്സസൈസും ക്വസ്റ്റ്യൻ എഴുതി ബുക്കിൽ കോപ്പി ചെയ്ത് തന്നെ ചെയ്തു. നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാനത് അങ്ങനെ തന്നെ ചെയ്തു. ചെറുതോ വലുതോ അങ്ങനെ ഒന്നും നോക്കിയില്ല. സിലബസിൽ പറഞ്ഞിരിക്കുന്ന 10th എല്ലാ ചാപ്റ്ററും കമ്പയർ ചെയ്ത് മീൻസ് നോക്കി ഞാൻ എല്ലാ എക്സസൈസും ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ബുക്ക് 7 ബുക്ക് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട്. പിന്നെ ഞാൻ RS അഗർവാൾ ആണ് ഫോളോ ചെയ്തത്. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഫോളോ ചെയ്തത് ഈ രീതിയാണ്. ഇതാണ് എന്റെ അപ്രോച്ച് ആയിരുന്നു. എനിക്ക് അതായിരുന്നു കുറച്ചുകൂടെ എളുപ്പം. ആർ എൻ കാർട്ടർ ഒരു വലിയ ബുക്കാണ്. അത് ഈ പറയുന്ന പോലെ സായിദാത്ത് പറഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാവണമെന്നില്ല ഒരു ബിഗിനർക്ക്. അതുകൊണ്ട് അതിൽ തന്നെ പോയി നോക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നോക്കി വോയേജ് അക്കൗണ്ട് ഒക്കെ അതിനകത്തുണ്ട്.
അത് നോക്കി പഠിച്ചാൽ നല്ലതായിരിക്കും. എവിടെയും കിട്ടുന്നില്ല, ഇന്റർനെറ്റിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നോക്കി പഠിച്ചാൽ ഓക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല, ബിക്കോസ് എനിക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആയിരുന്നു. ഇംഗ്ലീഷിന്റെ ബുക്സ് ഒന്നും അതിനകത്ത് പറയുന്നില്ല, പക്ഷെ ഞാൻ ഫോളോ ചെയ്ത ബുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് SP ബക്ഷിയുടെ, നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം ബുക്കിന്റെ പേര്. അരിഹന്തിന്റെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് ആണ് ഞാൻ ഫോളോ ചെയ്തത് ഫോർ ഗ്രാമർ പോർഷൻ. കാരണം ഒത്തിരി എക്സസൈസ് ചെയ്യാൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങള് അതില് നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഒരുപാട് പേര് ഇതിനകത്ത് കോച്ചിങ് എടുക്കുന്നുണ്ട്. അപ്പൊ ആ ടീച്ചറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അതെങ്കിലും നന്നായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ ആ നോട്ട്സ് എങ്കിലും നന്നായിട്ട് എഴുതി പഠിച്ചിരിക്കണം. മാത്സിന്റെ കാര്യത്തിൽ എനിക്ക് ഇതാ പറയാനുള്ളത്, നിങ്ങൾ അഡീഷണൽ ആയിട്ട്, ഞാൻ ഒരിടത്തും കോച്ചിങ് ചെയ്തില്ല മലയാളം, ഇത് മീൻസ് മാത്സ് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് പഠിച്ചത്. അത് ഞാൻ ഇതാ ചെയ്ത് CBSE 10th പ്രാക്ടീസ് ചെയ്തു, പ്ലസ് RS അഗർവാളിലെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബുക്കിനെ നമ്മുടെ സിലബസുമായിട്ട് മാച്ച് ചെയ്യുന്നതിന്റെ എല്ലാം വിത്ത് PYQ അതുകൂടെ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. ഇതായിരുന്നു എന്റെ സ്ട്രാറ്റജി. ഓക്കെ ഓക്കെ, താങ്ക്സ് രാഖി. രാഖിനെ ട്രെയിൻ ചെയ്ത അതേ ടീച്ചറാണ് ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിനെയും ട്രെയിൻ ചെയ്യുന്നത്, ജയ ടീച്ചർ. രാഖി ഇത് അഡ്രസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോഴും നമ്മളുടെ സ്റ്റുഡൻസ് ടീച്ചറെ ട്രെയിൻ ചെയ്തിട്ടും മെറ്റീരിയൽസ് ഒക്കെ കൊടുത്തിട്ടും അതിന് പുറമേ ഞങ്ങളോട് പിന്നെയും ചോദിക്കുകയാണ് ഞങ്ങൾ കൂടുതൽ എന്ത് പഠിക്കണം എന്ന്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിന് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ കൂടുതലൊന്നും നോക്കി പഠിക്കേണ്ട, ഉള്ളത് വെച്ച് മാക്സിമം റിവൈസ് ചെയ്യുക, സാജിത പറഞ്ഞതുപോലെ. ഇംഗ്ലീഷിന്റെ ബുക്സിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് രാഖി ഓൾറെഡി അഡ്രസ് ചെയ്തു. കാരണം ഇംഗ്ലീഷിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടല്ലോ, OMR എക്സാം പോലെ അല്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, അത് നമ്മൾ ആൻസർ ചെയ്യണം. അത് പ്രാക്ടീസിലൂടെ ചെയ്യാൻ പറ്റുമെന്നാണ് രാഖിയും സാജിതയും പറയുന്നത്, അല്ലേ? അതെ, ഞാൻ ചെയ്തത് അങ്ങനെയാണ്. കാരണം സെപ്പറേറ്റ് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു. PYQ നോക്കിയിട്ടാണ് എപ്പോഴും എനിക്ക് 2016 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഞാൻ നോക്കിയപ്പോ ഇതുവരെ ഉള്ളതുപോലെയല്ല. OMR ആണെങ്കിൽ അങ്ങനെയല്ല, ജസ്റ്റ് നോക്കി ഓപ്ഷൻ നോക്കി ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെ അല്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടും പുതിയൊരു അപ്രോച്ച് വയ്ക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും ഞാൻ തന്നെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഈ ബുക്ക് കണ്ടുപിടിക്കുകയായിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് SP ബക്ഷിയുടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻട്രിയുടെ ഗ്രാമർ ക്ലാസ് കേൾക്കുമായിരുന്നു ഒരു സാറിന്റെ. സാർ നല്ലതായിട്ട് എടുക്കുമായിരുന്നു. അതും നോക്കിയിട്ടുണ്ട്. അത് നോക്കിയെന്ന് വെച്ചാൽ അത് ബേസിക് പഠിക്കാനാണ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വേണം. ഇതിനകത്ത് എസ് റൈറ്റിങ്ങും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിടപ്പുണ്ട്. പ്ലസ് ഇതിന്റെ കൂടെ ഗ്രാമറിന്റെ ഈ MCQ അല്ലാത്ത ക്വസ്റ്റ്യൻസും. മനസ്സിലായോ? അതായത് നമ്മുടെ DAയുടെ പോലെ തന്നെ ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് അങ്ങനെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച പോലെ തോന്നിയിരുന്നു. അപ്പം ഈ ബുക്ക് നല്ലതാണ്. ഇത് കൂടാതെ വേറെ ബുക്ക് ഉണ്ടെന്നറിയില്ല, അരിഹന്ത് പബ്ലിക്കേഷന്റെ ബുക്കാണ് ഞാൻ ഫോളോ ചെയ്തത്. ഓക്കെ, സാജിത ഇംഗ്ലീഷിന് എന്തെങ്കിലും ബുക്സ് ഫോളോ ചെയ്തിരുന്നോ? രാഖി പറഞ്ഞ ബുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ സമയത്ത് ഞാൻ ബുക്ക് റെഫർ ചെയ്ത് അത് SP ബക്ഷി ആയിരുന്നു അരിഹണ്ടിന്റെ. അപ്പൊ അവിടെ നിന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞോട്ട് അധികം ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഏരിയയിലേക്കൊന്നും പിന്നീട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എനിക്ക് പഠിക്കാൻ ടൈം കിട്ടിയില്ല. ഓക്കെ, ശരി. നമുക്ക് ഇതിന്റെ മെയിൻ പാർട്ടിലേക്ക് വരാം, ആൻസർ റൈറ്റിംഗ്. അതാണ് നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മളിപ്പോൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ആദ്യം നമുക്ക് മെയിൻസിൽ പ്രധാനം ആൻസർ റൈറ്റിംഗ് ആണല്ലോ. അപ്പൊ ആദ്യം അറിയേണ്ടത് എങ്ങനെയായിരുന്നു ഈ മാർക്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ 2 മാർക്കിന്റെ ഉണ്ട്, 5 മാർക്കിന്റെ ഉണ്ട്, 8 മാർക്കിന്റെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് എത്ര വേർഡ്സിൽ നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടി വരും, എത്ര ലൈൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നോ, അതൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാം. നമുക്ക് ആദ്യം രാഖിയിലേക്ക് പോവാം. ഞാൻ ആദ്യമായിട്ടല്ല കേരള PSCയുടെ മെയിൻസ് എഴുതുന്നത്. ഞാൻ KSന്റെ മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, ദീപികയും എഴുതിയിട്ടുണ്ട്. കാരണം ദീപിക ഞാനും പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ UPSCയുടെ മെയിൻസ് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് KSന്റെ മെയിൻസിന്റെ പേപ്പർ കാണുന്നത്. എന്ന് വെച്ചാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും 8 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പേസ് എന്ന് വെച്ചാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്നാലും സംഭവം മാനേജ്. DAയിലേക്ക് വരാം. DAയിലേക്ക് വരുമ്പോൾ GKയിലെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ PYQ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അത് നോക്കണം. 2 മാർക്കറാണ്. സ്പേസ് ഒരു 3-4 ലൈൻസേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിനകത്ത് നിങ്ങൾ ആ സ്പേസ് നിങ്ങൾ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കണം. എനിക്ക് ആദ്യം ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ജുഡീഷ്യസ് ആയിട്ട് തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഓൾറെഡി പറഞ്ഞിരുന്നു, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ചോദിച്ചു. ഈ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ അത്രയും എഴുതാനുള്ള സ്പേസ് അതിനകത്തില്ല. പക്ഷെ ഒരു ഡയഗ്രാം കൂടെ വരച്ചാലേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ.
പക്ഷെ ഡയഗ്രാം വരയ്ക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാകത്തില്ല. ഒരു 2 to 3 ലൈൻസ് നമുക്ക് ഉണ്ടാവുള്ളൂ അതിനകത്ത്. അപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ആ 5 ലെയേഴ്സ് ഓർഡറിൽ എഴുതി ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 2-3 പോയിന്റ്സ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതും വളരെ വളരെ കുറച്ച് സ്പേസേ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അത് എഴുതി ശീലിക്കണം. 2 ലൈൻസ് 3 ലൈൻസിൽ എഴുതി നിങ്ങൾ പഠിക്കണം. ഓക്കെ, നൊബേൽ പ്രൈസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഇവരുടെ, എനിക്കൊരു സാധ്യത എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു. നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്, പീസിന് കിട്ടിയത് ആർക്കാണ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്താണ് കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ ഒരു 2 ലൈനർ ആയിട്ട് എഴുതി പഠിക്കണം. 2 to 3 ലൈൻസിൽ അതൊക്കെ എഴുതി പഠിക്കണം. നിങ്ങൾ പ്രാക്ടീസ് കൊണ്ടേ പോസിബിൾ ആവത്തുള്ളൂ. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇംഗ്ലീഷിന്റെ കാര്യം നിങ്ങൾ പേടിക്കണ്ട, അതിനകത്ത് സ്പേസ് തന്നിട്ടുണ്ടായിരിക്കും. അത് മീൻസ് ഈ എടുത്തെഴുതേണ്ട ആവശ്യമുള്ളൂ. ലൈക്ക് ഇപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള സ്പേസ് ഇംഗ്ലീഷിൽ കിട്ടും. അതുകൊണ്ട് അത് ഞാൻ മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് കുഴപ്പമില്ല. പ്രശ്നം വരുന്നത് GK-ക്കും അക്കൗണ്ടൻസിയിലേക്ക് വരാം. അക്കൗണ്ടൻസിയിൽ മെയിൻ ആയിട്ട് 3 മാർക്കർ ക്വസ്റ്റ്യൻ, 5 മാർക്കർ ക്വസ്റ്റ്യൻ, 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇത്രയാണ് ഉള്ളത്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു 5 to 6 ലൈനേ കിട്ടത്തുള്ളൂ. നിങ്ങളിപ്പോ അത് ആ രീതിക്ക് അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് OAG അക്കൗണ്ട്, അതെന്തായാലും ആ ഡെഫിനേഷൻ എഴുതുമ്പോൾ ആ 3 മാർക്ക് നിങ്ങൾക്ക് പോസിബിൾ ആണ്, അത് കിട്ടാൻ പോസിബിൾ ആണ്. അടുത്ത 5 മാർക്ക് ക്വസ്റ്റ്യൻ, നമുക്ക് UPSC-ക്ക് 5 മാർക്ക് എന്ന് വെച്ചാൽ 150 വേർഡ്സിന് എഴുതണം. നോ, അങ്ങനെയല്ല. ഇത് ഹാഫ് പേജേ കിട്ടത്തുള്ളൂ. ഹാഫ് പേജ് തികച്ച് കിട്ടണമെന്നില്ല. മനസ്സിലായോ? ഇതിനകത്ത് കമ്പാരിസൺ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളം വരച്ച് എഴുതാം. ഓക്കെ, ഇപ്പൊ ഒരു അക്കൗണ്ട് വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ കറക്റ്റ് അക്കൗണ്ട് വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാകും. ഇനി 8 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 1.5 പേജാണ്, കഷ്ടിയേ കിട്ടത്തുള്ളൂ. അവിടെയും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വേർഡ് എണ്ണിങ് ഇങ്ങനെ എഴുതാൻ, അത് UPSC-ക്കാണ് നോക്കേണ്ടത്. നമുക്ക് ഇവിടെ DA-ക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ അങ്ങനെ എക്സാമിനർ കൗണ്ട് ചെയ്യണമെന്നില്ല. പക്ഷെ ഇതിനകത്ത് പല തരത്തിൽ എഴുതാൻ പറ്റും. ചിലപ്പം കോസ്റ്റ് അക്കൗണ്ട് വരയ്ക്കാനായിരിക്കും, ചിലപ്പോൾ കമ്പാരിസൺ ആയിരിക്കും, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം വേർഡ് ലിമിറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ജുഡീഷ്യസ് ആയിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പെട്ടുപോകും. ഓക്കെ, അപ്പം 1.5 പേജ് കഷ്ടേ കിട്ടത്തുള്ളൂ 8 മാർക്സിന്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു അനലറ്റിക്കൽ ബേസിസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് എഴുതുമ്പോൾ 8 മാർക്കിന് ഞാനതൊരു 1.5 പേജ് ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 100-120 വേർഡ്സിനകത്ത് അത് എഴുതി കംപ്ലീറ്റ് ചെയ്തു. അത്രയ്ക്കുള്ള സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടെ എഴുതണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. മനസ്സിലായി? അതാ പറഞ്ഞ ജുഡീഷ്യസ് ആയിട്ട് സ്പേസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ഈ ലാസ്റ്റ് വരേക്കുമുള്ള എക്സാമിന് ഈ 3, 5, 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അവർ മാറ്റൂന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ വേർഡ് ലിമിറ്റ് അധികം ശ്രദ്ധിക്കേണ്ട, കാരണം ഇത് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ഡയഗ്രാം വരയ്ക്കണം, നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും, ടേബിൾ ആയിട്ട് എഴുതണം. ഓക്കെ, ഇനി കോസ്റ്റ് അക്കൗണ്ട് ഏതെങ്കിലും അക്കൗണ്ട് ഷീറ്റ് വരയ്ക്കാനാണെങ്കിൽ ആ രീതിയിൽ. അപ്പം വേർഡ് ലിമിറ്റിനേക്കാളും നിങ്ങൾ ജുഡീഷ്യസ് ആയിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് പഠിച്ചിരിക്കേണ്ടത്. മാത്സിന്റെ കാര്യത്തിലും ബുദ്ധിപരമായിട്ട് തന്നെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യണം. അവിടെ വേർഡ് ലിമിറ്റ് ഒന്നും ഇല്ല, പക്ഷെ സ്റ്റെപ്സ് എല്ലാം ശ്രദ്ധിച്ച് എഴുതി ഫുള്ളായിട്ട് സരിത പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ആൻസറിൽ എത്തിക്കാൻ പഠിക്കണം. എന്തായാലും സ്റ്റെപ്സ് എഴുതാതെ ഷോർട്ട് കട്ട് എഴുതി വെക്കരുത്. ഷോർട്ട് കട്ട് ഒന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. സ്റ്റെപ്പിന് മാർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റെപ്പിന് മാർക്ക് ഉണ്ട്. സ്റ്റെപ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതുന്ന രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, താങ്ക്സ് രാഖി. സാജിദയ്ക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ ഒരു കേസിൽ നമ്മള് സ്പേസ് യൂട്ടിലൈസേഷൻ ഒക്കെ? രാഖി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സോ നമ്മൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പലപ്പോഴും സ്പേസിന്റെ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ ഇതുപോലെ സ്പേസിങ് ഉണ്ടാവും. നമ്മൾ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാതാണ് ആൻസർ എഴുതി തുടങ്ങുക. അപ്പോ എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ചിലപ്പോ അനലിറ്റിക്കൽ ലെവലിൽ ആ ഡെഫിനിഷൻ ആയിരിക്കില്ല ആ ടൈമിനെ പറ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ വന്നാൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിൽ സ്റ്റാർട്ട് റൈറ്റ് അബൌട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. പക്ഷെ നമ്മൾ സ്പേസ് ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അഡ്രസ് ചെയ്ത് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണോ ആ കീവേഡ് അത് നമ്മൾ അഡ്രസ് ചെയ്യാൻ പറ്റാതെ പോകും. നമ്മൾ ഭയങ്കര ഒരു ഇൻഡോ ഒക്കെ കൊടുത്ത് ബോഡി എഴുതി ഒരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തുമ്പോൾ യു വോണ്ട് ബി ഏബിൾ ടു അഡ്രസ് ദാറ്റ് ക്വസ്റ്റ്യൻ. അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. സോ ആൻസർ ടു ദ കീവേഡ് എന്താണോ
നമ്മളോട് ക്വസ്റ്റ്യനർ ഡിമാൻഡ് ചെയ്യുന്ന അത് എഴുതുക. അത് എഴുതണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് പ്രോപ്പർ സ്പേസിൽ നമ്മൾ കുറച്ച് PYQs എടുത്ത് സെൽഫായിട്ട് കുറച്ച് റൈറ്റ് ചെയ്ത് അത് ഡേ 1 തൊട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എക്സാം ഹാളിൽ പോയിരുന്ന ഫസ്റ്റ് ഇത് കൃത്യമായിട്ട് മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്യാത്ത ഒരാൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കീവേഡ് എന്താണെന്നോ അനലൈസ് എന്താണെന്നോ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് എന്താണെന്നോ ഒന്നും അവർക്കറിയില്ല. They will start writing about that. ആ ഒരു എന്തെങ്കിലും ഒരു ടേം അവർക്ക് അറിയുന്നുണ്ട്, അതിനെക്കുറിച്ച് അങ്ങ് എഴുതിപ്പോവും. പക്ഷെ അവസാനം ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് PYQസിന്റെ പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ മെയിൻസ് ആൻസർ റൈറ്റിംഗിന്റെ ഇമ്പോർട്ടൻസും. പിന്നെ മാത്സിന്റെ കാര്യത്തിൽ രാഖി പറഞ്ഞത് കറക്റ്റ് ആണ്. സ്റ്റെപ്സിന് എന്തായാലും മാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നതിന് ഒരു 100% റിട്ടേൺസ് നമുക്ക് കിട്ടണമെങ്കിൽ സ്റ്റെപ്സ് ഒക്കെ പ്രോപ്പറായിട്ട് എഴുതി പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് യു ഷുഡ് ഗെറ്റ് ദാറ്റ് ആൻസർ. അതൊക്കെ ഡെയിലി പ്രാക്ടീസ് വഴി നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുമ്പോൾ സിലബസിൽ ഇത്രയും ടെക്സ്റ്റും കാര്യങ്ങളും പിന്നെ ഒരു സിലബസ് കാണുമ്പോൾ ഭയങ്കര വാസ്റ്റ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അങ്ങനൊന്നുമില്ല. പ്രോപ്പർ ആയിട്ടുള്ള മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് കൊണ്ട് യു ഷുഡ് ബി ഏബിൾ ടു അഡ്രസ് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്. സാജിത ഇത് സംസാരിച്ച് നിർത്തിയത് കൊണ്ട് അതിലേക്ക് തന്നെ വരാം. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിലബസ് പാറ്റേണും എക്സാം പാറ്റേണും അനുസരിച്ചിട്ട് കുട്ടികൾ ന്യൂ ആയിരിക്കും ഈ ഒരു ആൻസർ റൈറ്റിംഗ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിലേക്ക് വരുമ്പോഴേക്കും. അപ്പം എവിടെ നിന്നാണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് അത് ഇംപ്രൂവ് ചെയ്ത് ഒരു പോളിഷ്ഡ് റൈറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്? സാധ്യതയും തുടങ്ങിയിട്ട് നമുക്ക് രാഖിയിലേക്ക് വരാം. ആക്ച്വലി സ്പീക്കിംഗ്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിലിംസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. വി ഹാവ് ടു ക്രാക്ക് ദി ഹോൾ എക്സാം പ്രൊസീജിയർ. അത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. സോ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എനിക്ക് ജോബ് കിട്ടാൻ വേണ്ടി പഠിക്കുക, അല്ലാതെ എനിക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യുക മാത്രമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും ഞാൻ ആൻസർ റൈറ്റിംഗ് അപ്പൊ ചെയ്യില്ല. നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, പ്രിലിംസ് ക്വാളിഫൈ ചെയ്യട്ടെ, ഇനി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ മെയിൻസ്, അപ്പൊ ഞാൻ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം. അത് ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ഒരിക്കലും അങ്ങനെ പ്രിലിംസ് ക്രാക്ക് ചെയ്ത് വിതിൻ ടൈം ഫ്രെയിമിലുള്ള നിങ്ങൾക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പോസിബിൾ ആവില്ല. സോ പ്രിലിംസ്, മെയിൻസ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ പാടില്ല. ഓരോ ടോപ്പിക്കും രണ്ടിനും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഗ്രി പ്രിലിംസ് അല്ലല്ലോ, ജനറൽ അല്ലല്ലോ, സിലബസ് സ്പെസിഫിക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓവർലാപ്പിംഗ് ആണ്. സോ യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് ഫ്രം ഡേ 1 ഇറ്റ്സെൽഫ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ടോപ്പിക്കും പോകുമ്പോൾ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എടുക്കുക. അത് PYQs തന്നെ പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും മൊഡ്യൂൾ വൈസ് തന്നെ ആ ഒരു ഓർഡർ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് 3 മാർക്കിലും 5 മാർക്കിലും 8 മാർക്കിലും ഒക്കെ ചോദിക്കുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് അക്കൗണ്ടൻസി. ആ ഒരു ഓർഡറിൽ തന്നെയാണ് ചോദിക്കുന്നത്. ആ സമയത്ത് എന്താ പറയാ, അപ്പൊ നമ്മള് ആ ഒരു മൊഡ്യൂൾ എന്തെങ്കിലും ടോപ്പിക്ക് വായിച്ചാൽ PYQ എടുത്ത് നോക്കിയിട്ട് ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോ എന്താ പറയാ, ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ്, പ്രോപ്പർ ആയിട്ടുള്ള മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം എടുത്താലുള്ള ഗുണം അതാണ്. നമുക്കൊരു മെന്റർ ഉണ്ടാവും, നമ്മൾ എഴുതുന്നതിനെ കറക്റ്റ് ചെയ്ത് തരാനൊരു ഗൈഡൻസ് ഉണ്ടാവും. സോ യു ഷുഡ് ബി ആ ഒരു ഫീഡ്ബാക്കിൽ നിന്നുകൊണ്ട് യു ഷുഡ് ബി ഏബിൾ ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ്. ഞാന് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം എഴുതുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ടൊരു കോച്ചിങ് എടുത്തിരുന്നില്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ആ ഒരു രീതിയിൽ PYQs ഒക്കെ നോക്കി അങ്ങനെ ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്ത് വന്നതാണ്. പക്ഷെ ഒരു എന്താ പറയാ, എനിക്ക് ആ സമയത്ത് ടു ബി ഫ്രാങ്ക് DA ഒരു മസ്റ്റായിട്ട് തോന്നി എഴുതിയ ഒരാളല്ല കേട്ടോ. ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഒരു ജസ്റ്റ് ഒരു ട്രൈ എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തതാണ്. പക്ഷെ നിങ്ങൾ എന്തായാലും ഡേ 1 തൊട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തൊട്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മെന്ററിന് കൊടുക്കുക, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ഇടുന്ന ക്വസ്റ്റ്യൻ മെന്റർ ചിലപ്പോൾ ഡെയിലി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തരുമല്ലോ, അല്ലെ വീക്കിലി ക്വസ്റ്റ്യൻസ് തരുമായിരിക്കുമല്ലോ. ആ ടോപ്പിക്കിനെ കുറിച്ച് മേ ബി നിങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും യു സ്റ്റിൽ ഹാവ് ടു റൈറ്റ്. അവർ തരുന്ന ക്വസ്റ്റ്യൻ, മെന്റർ തരുന്ന ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഫ്ലോസ് നമുക്ക് മനസ്സിലാവുന്നത്. ഈവൻ ദോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അന്നേരം പഠിച്ചിട്ടായാലും എഴുതി നോക്കുക. ഈവൻ ദോ നിങ്ങൾ അങ്ങനെ പഠിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും
അത് നമ്മൾ ഫീഡ്ബാക്കിന് പോകുന്ന സമയത്ത് അല്ല മെന്ററിന് കൊടുക്കുന്ന സമയത്ത് മെന്റർ നമുക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരും. മേ ബി നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് വാരി വലിച്ച് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തത് നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. സോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊസീജിയർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കണ്ടിന്യൂസ് പ്രൊസീജിയർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഗ്രാജുവലി ഇവോൾവ് ചെയ്ത് വരും, നമ്മുടെ ആൻസർ റൈറ്റിംഗ് സ്കില്ല് ഇവോൾവ് ചെയ്ത് വരും. അപ്പൊ എന്ത് പറഞ്ഞു വെച്ചാല്, നിങ്ങൾ ഡേ 1 തൊട്ട് തന്നെ യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. എന്നിട്ട് അത് കൃത്യമായിട്ട് നിങ്ങളുടെ മെന്റർക്ക് ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, മെന്ററിന്റെ ഗൈഡൻസ് സ്വീകരിക്കുക. യു ഹാവ് ടു ട്രസ്റ്റ് യുവർ മെന്റർ. എനിക്ക് രാഖിയുടെ നമ്മുടെ ഇപ്പൊ കാസോന്റെ ഇതില് ഉള്ള മാഡത്തിന്റെ കാര്യം രാഖി പറഞ്ഞ് എനിക്കറിയാം. അപ്പോ ദീപിക പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മാം തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. സോ യു ഷുഡ് ട്രസ്റ്റ് ഹർ. അപ്പോ അത് വെച്ചിട്ട് നിങ്ങൾ മാഡത്തിന്റെ ഫീഡ്ബാക്സ് എടുക്കുക. അത് നിങ്ങൾ വെറുതെ ഫീഡ്ബാക്ക് എടുത്തിട്ട് പലപ്പോഴും ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ബട്ട് സ്റ്റിൽ വി ആർ ഗെറ്റിംഗ് ദിസ് മച്ച് ഓഫ് മാർക്ക് എന്നുള്ള ഒരു ആസ്പെക്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി പോകാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ നെഗറ്റീവായി പോകരുത്. ആ ഫീഡ്ബാക്ക് ആണ് നിങ്ങൾക്ക് എക്സാമിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ഷാർപ്നെസ് കൂട്ടി കൊണ്ടുവരുന്നത്. അപ്പോ മെയിൻസ് ആൻസർ റൈറ്റിംഗ് യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഡേ 1 ഇറ്റ്സെൽഫ്. പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് നിങ്ങൾ പഠിക്കരുത്, മെയിൻസ് പഠിക്കുക. ബിക്കോസ് യുവർ എയിം ഈസ് നോട്ട് ടു ക്രാക്ക് ദ പ്രിലിംസ് ബട്ട് ടു ക്രാക്ക് ദി എൻറ്റയർ എക്സാം പ്രൊസീജിയർ. ഓക്കെ, സോ യു ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് ഫ്രം ഡേ 1 ഇറ്റ്സെൽഫ്. ഓക്കെ, രാഖിയുടെ ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്തത് ഒന്ന് പറയാമോ? ഓക്കെ, ഞാൻ അക്കൗണ്ടൻസി പറയാം. അക്കൗണ്ടൻസിക്ക് നമുക്ക് തിയറിയും പ്രോബ്ലവും കൂടെ മിക്സ് ചെയ്തൊരു പേപ്പറാണെന്ന് അറിയാലോ. അപ്പൊ ഞാൻ എന്തായാലും ടീച്ചറിന്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. അപ്പൊ ടീച്ചറിന് പ്രോബ്ലം എത്ര പ്രോബ്ലം തന്നാലും അതിരുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊന്നിലേക്ക് പോവത്തുള്ളൂ. ഓക്കെ, ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പഠിക്കും, ഇപ്പൊ ജേർണലല്ലേ എത്തിയുള്ളൂ, ഇനി അങ്ങോട്ട് കുറെ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പ്രോബ്ലംസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, ടീച്ചർ ഒരു കാര്യം പഠിപ്പിച്ചു തന്നാല് അപ്പൊ തന്നെ ആ പ്രോബ്ലം അപ്പൊ തന്നെ ചെയ്ത് കാണിച്ചിട്ടേ നിർത്തത്തുള്ളൂ. അത് നിങ്ങൾ പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. നിങ്ങൾക്ക് അത് പറഞ്ഞു തരേണ്ട കാര്യമുണ്ട്. കാരണം നിങ്ങൾ മറന്നു പോകും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നത്തേക്ക് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അക്കൗണ്ടൻസിയിൽ പ്രോബ്ലം അങ്ങനെ തന്നെ അത്ര ചിട്ടയോടുകൂടി തന്നെ ടീച്ചർ തരുമ്പോൾ അപ്പൊ തന്നെ ചെയ്ത് കാണിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് അങ്ങനെ തന്നെ ഞാൻ പോയിരുന്നു. പിന്നെ തിയറിയുടെ കാര്യം ടീച്ചർ നോട്ട്സ് അയച്ചു തരും, ഞാൻ സ്വന്തമായിട്ട് എഴുതി നോക്കാറാണുള്ളത്. കാരണം PYQ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതുന്ന സമയത്ത് 2016 ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ 80 ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ കൂടുതലും പ്രോബ്ലം ആയിരുന്നു അന്ന്. കേൾക്കാവോ ഞാൻ പറയുന്നേ? കേൾക്കുന്നുണ്ട് രാഖി. ഓക്കെ, പ്രോബ്ലം ആയിരുന്നു കൂടുതലും. അപ്പോ പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഞാൻ എഴുതിയ എക്സാമിനകത്ത് 1-2 പ്രോബ്ലം ചോദിച്ചുള്ളൂ, ഫുൾ തിയറിയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ എനിക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. ഞാൻ മാനേജ് ചെയ്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അക്കൗണ്ടൻസി അല്ലെങ്കിലും വേറെ സബ്ജക്റ്റിനൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഐ മാനേജ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്ലസ് തിയറി നന്നായിട്ട് എഴുതി പഠിക്കണം. അത് എഴുതി ടീച്ചറിനെ കാണിച്ച് കറക്റ്റ് ആയിട്ട് ഇന്ന പോയിന്റ്സ് ആണോ വേണ്ടുന്നത് വിത്ത് ദ സപ്പോർട്ട് ഓഫ് PYQ അത് ചെയ്താലേ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. UPSC ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കും, പക്ഷെ എന്നാലും ചെയ്യണം. ഓക്കെ, നിങ്ങൾ പ്രോബ്ലത്തിനും തിയറിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അടുത്ത തവണ ഇനി ഒരാൾ ചാറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്, അടുത്ത തവണ ഇനി അവർ ഈ പാറ്റേൺ ചേഞ്ച് ചെയ്തുകൂടാനൊന്നും ഇല്ല. പ്രോബ്ലം കുറച്ച് കൂടുതൽ ചോദിച്ച് ബാലൻസ് ഷീറ്റ് ഒക്കെ ചോദിച്ചുകൂടാനൊന്നും ഇല്ല. അതുകൊണ്ട് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്റെ രീതി ഇങ്ങനെയായിരുന്നു. പ്രോബ്ലം ഞാൻ ടീച്ചറിന് എന്തായാലും ചെയ്ത് കാണിച്ച്, കാരണം എനിക്ക് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും ടീച്ചറിനോട് ചോദിച്ച് കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. മീൻസ് തിയറി ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് എഴുതി നോക്കുമായിരുന്നു. GK ഓൾസോ, GKയുടെ തിയറി എന്തായാലും അത് ഞാൻ എങ്ങനെയെങ്കിലും എഴുതും, അതെനിക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഓക്കെ, താങ്ക്സ് രാഖി. രാഖിയുടെ അടുത്ത് തന്നെയാണ് അടുത്ത ചോദ്യം വരുന്നത്. നമുക്കറിയാം ലിമിറ്റഡ് ടൈം ഫ്രെയിമിലുള്ള ഒരു എക്സാം ആണ്. അപ്പൊ സമയത്തിന് ആ ക്വസ്റ്റ്യൻസ് എഴുതി തീർക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്ത് സ്പീഡ് ബിൽഡപ്പ് ചെയ്തേ പറ്റുള്ളൂ. മാത്രമല്ല എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒരേ രീതിയിൽ എഴുതി തന്നെ പോകാനായിട്ട് പറ്റിയെന്ന് വരില്ല. എസ്സേ ആയിട്ട് എഴുതാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ടേബിൾ ഫോമിൽ എഴുതേണ്ടി വരാം, ഡയഗ്രാംസ് യൂസ് ചെയ്യേണ്ടി വരാം, അണ്ടർലൈൻ ചെയ്യേണ്ടിയൊക്കെ വരാം. അങ്ങനെ സ്പീഡ് കൂട്ടാനായിട്ട് രാഖി എന്താണ് ചെയ്തത്? ആൻസേഴ്സിന്റെ പ്രസന്റേഷൻ സ്റ്റൈല് എല്ലാം ഒരേ രീതിയിലാണ് എഴുതി പോയത്, അതോ പല ക്വസ്റ്റ്യന് പല സ്റ്റൈൽസ് ഓഫ് പ്രസന്റേഷൻ യൂസ് ചെയ്തിരുന്നോ?
ഞാൻ പല ക്വസ്റ്റ്യനും പല രീതിയിലാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. കമ്പാരിസൺ ഡിഫറൻസിയേഷൻ ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസും കമ്പയർ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് ടാബ്ലർ ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ അക്കൗണ്ടൻസിയിൽ ഫ്ലോ ചാർട്ട് വരച്ചിട്ടില്ല. വരയ്ക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഫ്ലോ ചാർട്ട് വരയ്ക്കണം, അതിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സ്പേസ് അതിൽ ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് ഇത് വരയ്ക്കാം, കമ്പയർ ചെയ്യുന്നതിൽ മീൻസ് ടേബിൾസ് വരയ്ക്കാം, ഡിഫറൻസ് ചോദിച്ചാലും ടേബിൾ വരയ്ക്കാം. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞ വേർഡ് ലിമിറ്റിന് ഇവിടെ അത്ര ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളിന് ഈസി ആയിട്ട് കാര്യങ്ങൾ കിട്ടണം. നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. നിങ്ങൾ ടേബിൾ ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ സിംഗിൾ ഫണ്ടും റിസർവ് ഫണ്ടും എന്തിനാ 2 പാരഗ്രാഫ് എഴുതുന്നത്? 2 കോളം അങ്ങോട്ട് വരയ്ക്കുക, രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുക, സിമ്പിൾ. അത്രേ ഉള്ളൂ. ആ കാണുന്ന ആൾക്ക് വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ അതിന്റെ ഡിഫറൻസിന് ഈ കീ ആയിട്ടുള്ള വേർഡ്സിന് ഒന്ന് പറ്റുമെങ്കിൽ ഒരു ബ്ലോക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. അത് തന്നെ അവർക്ക് സ്ട്രൈക്കിംഗ് ആയിരിക്കും. പിന്നെ നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് കോസ്റ്റ് ഷീറ്റ് ഒക്കെ വരയ്ക്കാൻ ചോദിച്ചാൽ, അതുപോലെ തന്നെ വോയേജ് അക്കൗണ്ട് ഒക്കെ വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്പർ 1, 2, 3 അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. വോയേജ് അക്കൗണ്ട് ഒക്കെ വരയ്ക്കുമ്പോൾ വളരെ നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. നിങ്ങൾ അത് നിങ്ങൾ എഴുതി പഠിച്ചാലേ പറ്റത്തുള്ളൂ. അക്കൗണ്ട്സ് ഒക്കെ നന്നായിട്ട് വെട്ടും കുത്തും ഇല്ലാതെ തന്നെ വരച്ച് വെക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീറ്റ്നെസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. മറ്റേ എക്സാം പോലെയല്ല, ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ടേബിള്, പിന്നെ ഫ്ലോ ചാർട്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഡിഫറെന്റ് ആണ്. നിങ്ങൾ വേർഡ് ലിമിറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ എന്റെ കണ്ടന്റ് കുറവാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എക്സാമിനൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണം. നിങ്ങൾ എന്താണ് എഴുതുന്നത് എക്സാമിനൊക്കെ മനസ്സിലാവണം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തിരിക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ഈ അപ്രോച്ചാണ് കീപ്പ് ചെയ്തത്. ഞാൻ അല്ലാതെയും ഞാൻ പഠിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സിംഗിൾ ഫണ്ട് റിസർവ് ഫണ്ട് ഒക്കെ ടേബിൾ ഫോമിലെ നോട്ടിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അതങ്ങോട്ട് എഴുതി വെച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, കീവേഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്. അപ്പോൾ ആ ഒരു അപ്രോച്ചാണ് അക്കൗണ്ടൻസിയിൽ ഞാൻ കീപ്പ് ചെയ്തത്. GK നമുക്ക് അങ്ങനെ അപ്രോച്ച് ഒന്നും കീപ്പ് ചെയ്യാനില്ല. എന്നിരുന്നാലും ടു ദ ക്വസ്റ്റ്യൻ മീൻസ് പീസിന്റെ നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ എഴുതുക. ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ പേര് എഴുതുക. അവരുടെ ക്രെഡൻഷ്യൽസ് ചോദിച്ചിട്ടുണ്ട്, അതും അതുപോലെ തന്നെ എഴുതുക. അതായത് ടു ദ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനേ GK നമുക്ക് പറ്റുള്ളൂ. കാരണം 3 ലൈനേ ഉള്ളൂ, 2 മാർക്കേ ഉള്ളൂ. ഓക്കെ, ഒരാൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ അവസരത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം അത് എല്ലാം ആൻസർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയാണോ ചെയ്തത്? രാഖിക്കൊന്ന് പറയാമോ അത്? ഇല്ല, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ പോലും ഇത് അങ്ങനെ വിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒക്കെ രീതിയിൽ അത് അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അറിയാത്തായിട്ടൊന്നും എനിക്ക് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒത്തിരി കണ്ടന്റ് ഇല്ല. അറിയാത്ത ABC അനാലിസിസ് ഒക്കെ ഒത്തിരി കണ്ടന്റ് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഡെഫിനേഷൻ അറിയാമായിരുന്നു. ഞാൻ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നത് എഴുതണം കേട്ടോ. അതിനകത്ത് എങ്ങനെയാണെങ്കിലും അറിയുന്ന കാര്യം അതിനകത്ത് എഴുതി വെക്കാൻ ശ്രമിക്കുക. മാർക്കുണ്ട്. മാത്സ് ആണെങ്കിൽ ഞാൻ 100% നിങ്ങളോട് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അതിനകത്തുള്ള വേരിയബിൾസ് എങ്കിലും എഴുതി വെക്കണം, ഫോർമുലാസ് എങ്കിലും എഴുതി വെക്കണം. 1 മാർക്കെങ്കിലും കിട്ടും. കാരണം 200 മാർക്കിൽ 100 മാർക്സ് നിങ്ങൾക്ക് ക്രോസ് ചെയ്യണ്ടേ. ഈ അപ്രോച്ച് കീപ്പ് ചെയ്യാം, കുഴപ്പമില്ല, പേടിക്കണ്ട, പെനാൽറ്റി ഒന്നുമില്ല. അത് തെറ്റാണെങ്കിൽ അവർ 0 മാർക്ക് തരും. പക്ഷെ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ദൈവം. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും, മാത്സിനും അതെ, ഇംഗ്ലീഷിനും അതെ, GKക്കും അതെ, എല്ലാ 3 പേപ്പറിനും എല്ലാ ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ലൈനെങ്കിലും ഞാൻ ഫില്ല് ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. എന്റെ അപ്രോച്ചാണ്. ചിലപ്പം വ്യത്യാസം ഉണ്ടാകും. കാരണം പെനാൽറ്റി ഒന്നുമില്ല, പേടിക്കണ്ട. ഒരാൾ ചോദിച്ചിട്ടുണ്ട് പെനാൽറ്റി ഉണ്ടോ എന്ന്. പെനാൽറ്റി ഇല്ല. ഓക്കെ, സാജിദയുടെ അടുത്തും കൂടെ ഒന്ന് ചോദിക്കാം നമുക്ക്. എങ്ങനെയാണ് ആ റൈറ്റിംഗ് സ്പീഡ് ബിൽഡപ്പ് ചെയ്തതും പ്രസന്റേഷൻ സ്റ്റൈലൊക്കെ എന്തായിരുന്നു? രാഖിയുടെ ഒരു അപ്രോച്ച് തന്നെയായിരുന്നു കേട്ടോ. എനിക്കും ഈ പറഞ്ഞോട്ട് UPSC ബാക്ക്ഗ്രൗണ്ടിൽ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടായിരിക്കും എപ്പോഴും നമ്മുടെ പേപ്പർ അപ്പീലിംഗ് ആയിരിക്കാൻ, വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കണം നമ്മുടെ പ്രസന്റർക്ക് എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഈ പറഞ്ഞോട്ട് ഡിഫറൻസിനൊക്കെ ടാബുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാനിപ്പോ അതാണ് രാഖിയുടെ കാര്യം പറഞ്ഞപ്പോഴും രാഖി പറഞ്ഞപ്പോഴും ശ്രദ്ധിക്കുകയായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെ പ്രിപ്പറേഷൻ ഏകദേശം ഒരു എന്താ പറയാ ഏകദേശം കമ്പാരബിൾ ആയിരുന്നു. ബിക്കോസ് ഞാനും അങ്ങനെ തന്നെയാണ് ടാബ്ലേറ്റ് ചെയ്തിട്ടാണ് ഡിഫറൻസ് പഠിക്കുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഞാൻ പഠിച്ചിരുന്നത്. കാരണം ഒരു മൊഡ്യൂളിലെ ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ആ മൊഡ്യൂളിൽ തന്നെ വരുമ്പോൾ നമുക്കറിയാം ഇത് എവിടെയെങ്കിലും ഒരു കമ്പാരിസൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ INTയും RP
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ RP എന്നുള്ളതും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ടാബ്ലേറ്റ് ചെയ്ത് പഠിച്ചു. അതിന്റെ ഗുണം എന്താ വെച്ചാൽ ലാസ്റ്റ് റിവൈസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് അധികം ഒരുപാട് എന്താ പറയാ ഒരു 2 പേജ് നോട്ട് വായിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും നമ്മുടെ ഒരു ഒറ്റ ടാബുലർ കോളത്തിന്. സോ അത് തന്നെ ഞാൻ എക്സാമിനും അങ്ങനെ തന്നെയാണ് എഴുതിയത്. ബിക്കോസ് എനിക്കറിയാം നമ്മുടെ നോട്ട് നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന ഇവാലുവേഷൻ ചെയ്യുന്ന ആൾക്കും അത് അപ്പീലിംഗ് ആയിരിക്കും. പിന്നെ പെർഫോമേഴ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പെർഫോമ പഠിക്കുക. പെർഫോമയിലെ ഡെബിറ്റ് സൈഡ് എന്താണ്, ക്രെഡിറ്റ് സൈഡ് എന്താണ്. അതായത് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പെർഫോമ ചോദിച്ചിട്ട് ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് കാര്യങ്ങളും ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് കാര്യങ്ങളും വെച്ച് അവിടെ തന്നെ തീർന്നു. അതൊക്കെ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. ബിക്കോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്ത് അക്കൗണ്ട് ആണ് എന്ന് അതാണ് നമ്മുടെ എക്സാമിനർ ചോദിക്കുന്നത്. അല്ല PSC അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു അക്കൗണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കി. അപ്പം ബേസിക് ആയിട്ട് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിന് ചോദിക്കാൻ ഒരു പെർഫോമ വരയ്ക്കാൻ പറഞ്ഞാൽ മതി. അതിന്റെ ഡെബിറ്റ് സൈഡ് എന്താണ്, ക്രെഡിറ്റ് സൈഡ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോയി. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പഠിക്കുക. പെർഫോമ വരയ്ക്കേണ്ടത് പെർഫോമ വരച്ചു പഠിക്കുക, ടാബുലേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ കീവേഡ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെന്താണ് ഡയഗ്രാംസ് പറ്റുന്നിടത്തൊക്കെ ഫ്ലോ ചാർട്ടിനൊക്കെ സ്കോപ്പിലെടുത്ത് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസ് ഞാനും ഒന്നും തന്നെ അവോയ്ഡ് ചെയ്തിരുന്നില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ നമ്മൾ ഫുൾ എഴുതിയാൽ പോലും നമുക്ക് ചിലപ്പോ എന്താ പറയാ ഒരു 3/4 ആയിരിക്കും മാക്സിമം കിട്ടുക. മാത്സിന്റെ കേസിൽ കേട്ടോ, മാത്സിൽ നമുക്ക് ഫുൾ മാർക്സ് കിട്ടും. തിയറിയിലൊക്കെ മോസ്റ്റ് പ്രോബബ്ലി 3/4 ഒക്കെ തന്നെ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് എഴുതുന്ന ഒരാൾക്ക് കിട്ടുക. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിയാക്കിയാലും നമ്മളെല്ലാം അറ്റൻഡ് ചെയ്ത് ഇടയ്ക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്താ വെച്ചാൽ 60 മാർക്ക് പോരെ, ഞാനൊരു 80 മാർക്കിൻ്റെത് ഫുൾ എഴുതിയിട്ടുണ്ട്, സോ എനിക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 80 മാർക്ക് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞോട്ട് അത്ര പക്ക പെർഫെക്റ്റ് ആണെങ്കിൽ പോലും 75% ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 75% ഒന്നുമില്ല, അത് തന്നെ കൂടുതലാണ്. ബട്ട് സ്റ്റിൽ 75% കൂട്ടിയാൽ തന്നെ 80 മാർക്സിന്റെ 75% പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു 60 വന്നിക്കും. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ല 75 ഒന്നും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ എനിക്ക് എന്റെ പേപ്പർ എനിക്ക് എടുപ്പിക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല, അന്നേരം എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ പേപ്പർ എടുത്തവർ അങ്ങനെയാണ് പറഞ്ഞത്. അവർ ഒരുപാട് മാർക്ക് എക്സ്പെക്ട് ചെയ്തിട്ടും അക്കൗണ്ടൻസിലൊക്കെ ടോപ്പ് വന്നത് എനിക്ക് തോന്നുന്നു 78 അങ്ങനെ എങ്ങാണ്ടേ വന്നുള്ളൂ 150. ദാറ്റ് മീൻസ് മാക്സിമം എഫോർട്ട് ഇട്ട് എഴുതിയ ആൾക്കാണ് അത്രയും മാർക്ക് വന്നത്. അപ്പൊ അങ്ങനെ വരുള്ളൂ, മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിട്ടുകളയുക എന്നുള്ള പ്രൊവിഷൻ ഇല്ല. പിന്നെ പെനാൽറ്റി ഇല്ല, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? സോ യു ഹാവ് ടു അറ്റംപ്റ്റ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു 1/2 മാർക്ക് വീണാലോ 1/2 മാർക്ക് മതി നമ്മൾ കയറാന്. സോ അതൊരിക്കലും നിങ്ങൾ വിട്ടു പോവരുത്. എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്യുക. പറയുന്നത് ശരിയല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് ഗ്യാസ് അടിച്ച് എഴുതിക്കോളൂ. അതിന് നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ ഉണ്ട്. ബിക്കോസ് ദർ ഇസ് നോ പെനാൽറ്റി. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും വിട്ടുകളയാം എന്നുള്ളൊരു പ്രൊവിഷൻ നിങ്ങൾക്കില്ല. പിന്നെ പ്രിലിംസിൽ പക്ഷെ നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കരുത് കേട്ടോ. ബിക്കോസ് പ്രിലിംസിൽ ആരോ ചോദിച്ചു, പ്രിലിംസിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. മെയിൻസിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. പ്രിലിംസിൽ പക്ഷെ അങ്ങനെ ഒരു പ്രൊവിഷൻ നിങ്ങൾക്കില്ല. സോ പ്രിലിംസിൽ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. പിന്നെ കുറച്ച് ഒരു റിട്ടേൺസ് കിട്ടും. നിങ്ങൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കുറച്ച് റിസ്ക് എടുത്താലും ഈ ഏരിയയിൽ ഞാൻ എടുക്കുന്ന എന്റെ ഗസ് വർക്ക് ഇറ്റ് വർക്ക്സ് എന്നുള്ള ഒരു അപ്രോച്ചിലേക്ക് വരും. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കുറെ എഴുതി കഴിയുമ്പോഴാണ് കേട്ടോ. കാരണം ചില ഏരിയയിൽ നിങ്ങൾ റിസ്ക് എടുത്താലും ഈവൻ ദോ നിങ്ങൾക്ക് വലിയൊരു നോളജ് ഇല്ലെങ്കിൽ പോലും ആ ഏരിയയിലുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. അതൊക്കെ ഈ പറഞ്ഞ പ്രിലിംസ് ടെസ്റ്റ് സീരീസും മെയിൻസിനാണെങ്കിൽ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഒക്കെയാണ് നിങ്ങൾ അതിനെ കേപ്പബിൾ ആക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിലെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് എനിക്കൊരു ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും PYQs നോക്കാത്ത ആൾക്കാരാ തോന്നുന്നു. 4 ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഈ ഒരു എക്സാം എന്നല്ല ഏതോ എക്സാം ആയിക്കോട്ടെ, ഞാൻ പറയില്ല PhD അല്ല നമ്മുടെ ലക്ഷ്യം, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സാമിനർ ആ ഇട്ട ക്വസ്റ്റ്യനർ എന്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ആ ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ബോധം വേണം. ഇപ്പൊ ഏത് PSC എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഇമ്പോർട്ടന്റ് ടൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസും PYQs ആണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഇമ്പോർട്ടന്റ് ടൂൾസ് ആണ്. ഞാൻ ടൂൾസ് തന്നെ പറയും. നമ്മുടെ എക്സാമിന്റെ ഇമ്പോർട്ടന്റ് ടൂൾസ് സിലബസും PYQs ആണ്. ദയവ് ചെയ്തിട്ട് ഈ എക്സാം എന്നല്ല ഏത് എക്സാമിനാണെങ്കിലും പ്രിന്റ് ഔട്ട് എടുത്ത് തന്നെ പഠിക്കുകയാണെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഇപ്പൊ ടെക്നോളജി ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് സോഫ്റ്റ് കോപ്പി ആയാലും മതി. പക്ഷെ സിലബസ് നിങ്ങളൊന്ന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വെച്ചാലും ഏത് മൊഡ്യൂൾ ആണ് എന്ന് നോക്കാൻ പാകത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറെ നാൾ നിങ്ങൾ ഇതിങ്ങനെ കണ്ട് ഈ സിലബസ് മൊത്തത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പതിയും.
അപ്പൊ 5th മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ വോയേജ് അക്കൗണ്ട് ആണ്. അപ്പൊ ഏത് ഉറക്കത്തിലും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇത് വരണം. പെൻസിൽ ടു ഹൈലൈറ്റ് ദ കീ പോയിന്റ്സ്, പെൻസിലും പേനയൊക്കെ മാറി മാറി എടുക്കാനുള്ള ഒരു ലാവിഷ്നെസ് ഒക്കെ ഉണ്ടോ? നമുക്ക് ഈ 3 മാർക്കും 5 മാർക്കും 8 മാർക്കും ഒക്കെ ഇല്ലേ? പെൻ ഇറ്റ് സെൽഫ് ഈസ് ഇനഫ്. മനസ്സിലായില്ലേ? നമ്മൾ കൂടുതൽ ഡെക്കറേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട. എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് എഴുതണം. അപ്പോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓവറായിട്ട് കളർ പെൻ എടുത്ത് വേറെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താണ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ എഴുതി പോവുക. സോ എൻ്റെ ഒരു ഇത് എനിക്ക് തോന്നുന്നു, ചാറ്റ് ബോക്സ് കണ്ടിട്ട് എനിക്ക് അതൊരു പ്രശ്നം തോന്നുന്നു. നിങ്ങൾ എന്തായാലും PYQs, പ്രിലിംസും മെയിൻസും PYQs എടുക്കുക. കാരണം പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയില്ലേ? അപ്പോൾ PSC ക്വസ്റ്റ്യനർ നമ്മളോട് എന്താണ് ഡിമാൻഡ് ചെയ്തെന്നുള്ളത് അപ്പോഴാണ് നമുക്കത് സാറ്റിസ്ഫൈ ചെയ്യുക. എപ്പോഴും നമ്മുടെ ഡിമാൻഡ് എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ 2 ടൂൾസ് എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. നോക്കിയിട്ടില്ലാത്തവരൊക്കെ എന്തായാലും ഈ 2 കാര്യങ്ങൾ നോക്കുക, സിലബസ് ആൻഡ് PYQs. ചാറ്റ് ബോക്സിലെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും രാഖിയും സാജിദയും സമയമെടുത്ത് നിങ്ങൾ അത് ആൻസർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അതിൽ നിന്നൊന്നും ചോദിക്കാനില്ല. ഇനി ആകെ ഉള്ളത് ഇന്റർവ്യൂവിനെ കുറിച്ചാണ്. പിന്നെ സാജിദ പറഞ്ഞൊരു കാര്യം, പ്ലീസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഏതൊരു എക്സാം അനൗൺസ് ചെയ്യുമ്പോഴും ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് ആണ്. എക്സാമിൽ എന്താണ്, നോട്ടിഫിക്കേഷനിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ സിലബസിൽ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കാതെ നമ്മൾ റാൻഡം കാര്യങ്ങളെ കുറിച്ച് ചർച്ചകൾ തുടങ്ങും. ഓപ്പൺ പബ്ലിക് ഗ്രൂപ്പുകളിൽ തുടങ്ങിയാൽ ആവശ്യമില്ലാത്ത ചർച്ചകളാണ്. പ്രിലിംസ് നടത്തുന്ന PSC പറഞ്ഞു കഴിഞ്ഞാലും പ്രിലിംസ് നടത്തുമെന്ന് നമ്മൾ 2 മാസം ചർച്ച ചെയ്യും. അതിനുള്ള എക്സാം വരും. അതുകൊണ്ട് അത് ചെയ്യാതെ ഫോക്കസ് ചെയ്യുക. വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ച് കൂടി 2 പേരും കൂടെ ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആയിരുന്നേനെ. സാജിദ, ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്റർവ്യൂല് ഞാൻ പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഒരു ധാരണ ഇന്റർവ്യൂ നമ്മുടെ നോളജ് ടെസ്റ്റിങ് ഒരിക്കലും അല്ല. ഇറ്റ്സ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും കാരണം നമ്മുടെ നോളജ് ഓൾറെഡി പ്രിലിംസ് ആൻഡ് മെയിൻസിൽ നമുക്ക് നോളജ് ഉണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ്. കാരണം വി ആർ ഗോയിങ് ടു ബി പബ്ലിക് സെർവൻസ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നറിയാനുള്ള ഒരു കാര്യമാണ്. അപ്പോ എന്താ പറയാ, നമ്മളിപ്പോ ഡാഫ് ഒക്കെ എഴുതുന്ന സമയത്ത്, പേഴ്സണൽ പെർഫോം ഒക്കെ എഴുതുന്ന സമയത്ത് യു ഷുഡ് ബി ഹോണസ്റ്റ്. നമ്മൾ എപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കുക. ഓവർ എക്സാജറേറ്റ് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്താണോ അത് തന്നെ പറയുക. എന്റെ ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് രാഖിക്കും ഒക്കെ അങ്ങനെ ആയിരുന്നു തോന്നുന്നു. ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എക്സാം എഴുതി 1.5 വർഷം കഴിഞ്ഞിട്ട് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സമയത്താണ് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 23 ജൂണിൽ എക്സാം എഴുതി, 23 ജൂലൈയിൽ ഓഡിറ്റിൽ കയറി. അതിനുശേഷം 24 ഓഗസ്റ്റിലാണ് എക്സാം. അപ്പോ എന്താ പറയാ, അപ്പൊ ആ സമയത്ത് സബ്ജക്റ്റുമായിട്ടുള്ള എന്റെ ടച്ച് സത്യത്തിൽ വിട്ടിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെൽഫ് നോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നോട്ടൊന്ന് ഓടിച്ചു വിട്ടു പോയി. അപ്പോൾ എന്താ പറയാ, അതെനിക്ക് ഹെൽപ്ഫുൾ ആയി കേട്ടോ. ഇന്റർവ്യൂവിൽ എന്നോട് സബ്ജക്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പൊ ഇന്റർവ്യൂ പാനൽ ബോഡി നമ്മൾ പോയി നോക്കുമ്പോൾ 3 പേരായിരുന്നു. അന്ന് PSC ചെയർമാൻ ഉണ്ടായിരുന്നു. ചെയർമാൻ നമ്മളോട് ഡാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. നമ്മൾ എഴുതുന്ന ഓരോ വേർഡും സൂക്ഷിച്ചെഴുതുക. ബിക്കോസ് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി ചോദ്യം ഉണ്ടാവും. പിന്നെ അതിനുശേഷം പിന്നെ സബ്ജക്ട് എക്സ്പെർട്ട് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് കുഴപ്പമില്ല, എനിക്ക് ചെയ്യാൻ പറ്റി. അത് ഞാൻ പറഞ്ഞില്ല, നോട്ട്സ് ഉണ്ടായിരുന്നുകൊണ്ട്. പിന്നെ 3-മത്തെ ആളൊന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞിരുന്നത് അത് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു എന്ന്. അതായത് he knows whether we are lying to the questions. ചെയർമാൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണെങ്കിലും സബ്ജക്ട് എക്സ്പേർട്ട് നമ്മൾ ചോദിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ കൃത്യമായിട്ട് വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വാച്ച്ഫുൾ ആയിരിക്കുക. പിന്നെ സബ്ജക്ട് ഒബ്വിയസ്ലി പറ്റുന്നിടത്തോളം ആൻസർ ചെയ്യാൻ പറ്റുക. ഏതായാലും ഇതായിരുന്നു ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നത്. എനിക്ക് ഇന്റർവ്യൂവില് 20-ൽ 13 മാർക്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബോർഡിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഡയറക്റ്റില് 3 പേർക്കെങ്ങാണ്ടായിരുന്നു. അതിലൊരാൾ ഞാനായിരുന്നു. 13 മാർക്സ്. അപ്പൊ ഞാൻ ചെയ്തൊരു അപ്രോച്ച് ഇതായിരുന്നു, ട്രൂത്ത്ഫുൾ ആയിരിക്കുക. അതിന്റെ അപ്പുറത്തേക്ക് എക്സാജറേഷൻ ഒന്നും വെക്കാതിരിക്കുക. അതാണ് വേണ്ടത്. ബിക്കോസ് ദേ ആർ ടെസ്റ്റിംഗ് അവർ പേഴ്സണാലിറ്റി. രാഖിയുടെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്റെ ഇന്റർവ്യൂവില് 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒരു സബ്ജക്ട് എക്സ്പെർട്ട്, അദ്ദേഹം ഒരു ബാങ്കർ ആണെന്ന് എനിക്ക് തോന്നി. കൂടുതലും ബാങ്കിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ലേഡി ഇരിപ്പുണ്ട്. പിന്നെ എന്റെ ചെയർമാനും അതിന്റെ കൂടെ ഒരു പേഴ്സണായി ഒരാള്
എനിക്ക് തോന്നുന്നു മേ ബി എ മെമ്പർ, പിന്നെ ഒരു ബോർഡിന്റെ ചെയർമാൻ അതുണ്ടാവും, അദ്ദേഹം ഒരു മെമ്പർ തന്നെ ആയിരിക്കണം. പക്ഷെ ഞാൻ എപ്പോഴും ഇന്റർവ്യൂവിന് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്തെന്ന് വെച്ചാല്, ഞാൻ ന്യൂസ് പേപ്പർ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ DA സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അത് ഉറപ്പാണ്. മീൻസ് എനിക്ക് അങ്ങനെ ഒരു ഇതാണ് തോന്നിയത്. പക്ഷെ ഞാൻ എന്റെ ബോർഡിൽ ഇരുന്ന ആളുകൾ എന്റെ അടുത്ത് മുഴുവനും ചോദിച്ചത് എക്കണോമി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ബാങ്കർ ആണ്, അയാൾ ഫുള്ള് ബാങ്കിങ് റിലേറ്റഡ് എക്കണോമിക്സ് റിലേറ്റഡ് കാര്യങ്ങളാണ് ചോദിച്ചത്. എനിക്ക് കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ഡാഫിൽ എഴുതിയിരുന്ന കാര്യങ്ങളെ പറ്റി ചോദിച്ചിരുന്നു. ഞാൻ IEEE പ്രോജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിടെക്കിന്. ഞാൻ ഒരു അച്ചീവ്മെന്റ് മീൻസ് സയൻസ് റിലേറ്റഡ് ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിനകത്ത് അത് എഴുതിയിരുന്നു. അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ആ മാഡം ആണ് ചോദിച്ചത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിച്ചതെന്ന് വെച്ചാല്, പോസിറ്റീവ് എഴുതിയപ്പോ പോസിറ്റീവ് എടുത്ത് ചോദിച്ചു, ഒപ്റ്റിമിസ്റ്റിക് എന്ന് എഴുതി, നിങ്ങൾ എങ്ങനെയാ ഒപ്റ്റിമിസ്റ്റിക് ആവാതെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. മലയാളത്തിലെ സംസാരിക്കും, ഇംഗ്ലീഷിലെ സംസാരിക്കും, അത് ഓരോരുത്തരുടെ രീതി പോലെ. അതുപോലെ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എന്റെ ജോബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചായിരുന്നു. എപ്പോഴും ഡാപ്പില് നിങ്ങൾ സത്യസന്ധമായിട്ട് എഴുതുക. നിങ്ങളിപ്പം ഒരു കാര്യത്തിൽ ഒരു സ്പോർട്സിൽ ഒരു മീൻസ് ഇത് ചെയ്തില്ല, അച്ചീവ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ ഫൈൻ, നിങ്ങൾ അച്ചീവ്മെന്റ് ഇല്ല, പക്ഷെ ബ്ലഫ് ചെയ്ത് അവർ കണ്ടുപിടിക്കും. നിങ്ങളൊരു സ്പ്രിന്റർ ആണെന്ന് എഴുതി അവർ സ്പ്രിന്റർ ആണോ എന്ന് ആദ്യം റിലേറ്റഡ് ചോദിക്കും. അപ്പൊ നിങ്ങൾ അതിന് ആൻസറബിൾ ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായിട്ട് എഴുതുക. നമ്മുടെ പേഴ്സണാലിറ്റിയാണ് നമ്മളെ ഇന്റർവ്യൂയിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത്. എനിക്ക് ഇന്റർവ്യൂ നന്നായിട്ടാണ് പോയത്, നല്ല രീതിയിലാണ് പോയത്. എന്നോടൊരു കാര്യം ചോദിച്ചു, പെട്ടെന്ന് എനിക്ക് ചോദിച്ചപ്പോൾ പറയാൻ പറ്റില്ല. പുള്ളി ക്യാപിറ്റൽ അസറ്റ് റേഷ്യോ ആണ് ചോദിച്ചത്. എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഡെഫിനേഷൻ പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു സോറി എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അയാൾ ചിരിച്ചുകൊണ്ട് മറ്റതിലേക്ക് പോയി. നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് തന്നെ പറയണം, ബ്ലഫ് ചെയ്യാൻ ഇരിക്കരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ എന്ന് ചോദിച്ചു. ബോർഡ് മെമ്പേഴ്സിന് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരല്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും മാറി മാറി ചോദിക്കും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ലാംഗ്വേജിൽ നിങ്ങൾ സംസാരിക്കുക, ജെന്യുവിൻ ആയിട്ട് സംസാരിക്കുക. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയുക, ഒരു പ്രശ്നവും ഇല്ല. നല്ലൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. ഓക്കെ, DAയുടെ കാര്യത്തില് എന്താ പറയാ, അങ്ങനെ സോഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസ് അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല. ഈ കേസിന്റെ കാര്യത്തിൽ പോലുള്ള ഒരു ഇന്റർവ്യൂ അല്ലായിരുന്നു DAയുടെ ഇന്റർവ്യൂ ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നാലും എപ്പോഴും ഒരു പോസിറ്റീവ് ബാലൻസ്ഡ് അപ്രോച്ച് കീപ്പ് ചെയ്യുക. അങ്ങോട്ട് പോയി തർക്കിക്കാൻ നിൽക്കരുത്. അങ്ങനെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ സോറി സർ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നതാണ് നല്ലത്. നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് 13 or 14 മാർക്സ് ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. എന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരെ ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആ കുട്ടിയെക്കാളും മാർക്ക് ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നു, റിട്ടൺ ആയിരുന്നു മാർക്ക് കുറവ്. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ നല്ലൊരു പേഴ്സണാലിറ്റി പ്രൊജക്ട് ചെയ്ത് കാണിക്കുക. തർക്കിക്കാൻ നിൽക്കാതിരിക്കുക, അറിയാത്ത കാര്യം അറിയില്ലെന്ന് പറയുക, വളരെ ജെന്യുവിൻ ആയിട്ട് അപ്രോച്ച് ചെയ്യുക. നല്ല മാർക്ക് എന്തായാലും കിട്ടും, ഒരു പ്രോബ്ലം ഇല്ല ഇതില്. നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, സബ്ജക്ട് എക്സ്പേർട്ട് ഒന്ന് ചോദിച്ചിട്ട് എല്ലാത്തിനും നോ പറഞ്ഞാലും കുഴപ്പമില്ല, അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. നിങ്ങൾ ജോബ് ചെയ്യുന്ന ആളാണെങ്കിൽ ജോബ് റിലേറ്റഡ് കാര്യങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒക്കെ മറ്റുള്ളവർ ചോദിച്ചോളും. ഡോണ്ട് വറി, ബ്ലഫ് ചെയ്യരുത് കേട്ടോ, അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടത്, ഒരെണ്ണം കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷിൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന്റെ ആ ബ്ലാങ്കിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതിയോ, അതോ ഫുൾ സെന്റൻസ് ആയിട്ട് എഴുതേണ്ടി വരുമോ? ഞാൻ ഫുൾ സെന്റൻസ് ആയിട്ടാണ് എഴുതിയത്. അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, അതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് GK. നമ്മളിപ്പോ GK ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ചോദിച്ചാൽ ഭയങ്കര വൈഡ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് PYQs നോക്കിയാൽ കണ്ടിട്ടുള്ളത്. അപ്പം കുട്ടികൾ അത് എങ്ങനെ അത് കവർ ചെയ്യണം, എത്ര നാളത്തെ ഒരു കറണ്ട് അഫയേഴ്സ് അവർ അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രാഖി? മാഡം, ഇതിനൊരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉള്ള കാര്യം നമുക്കറിയാലോ. ആ സിലബസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം, അവാർഡ്സ് ആണെന്ന് ഇരിക്കട്ടെ, നൊബേൽ പ്രൈസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നൊബേൽ പ്രൈസിനെ കുറിച്ചൊരു 2 ലൈൻ അറിഞ്ഞിരിക്കണം. അത് എപ്പോ തുടങ്ങി, ഏതൊക്കെ ഇതിലാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ജനറലി എല്ലാവർക്കും അറിയാമായിരിക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചെറിയ നോട്ട്, ഒരു 3 to 4 ലൈൻ അത് ഉണ്ടാക്കാം. പ്ലസ് ഇപ്പോ നമുക്കിപ്പോ നടക്കാൻ പോകുന്ന 25-ലെ എക്സാം അല്ലേ, 24-ലെ മീൻസ് നൊബേൽ പ്രൈസ് പീസും എക്കണോമിക്സും പിന്നെ ലിറ്ററേച്ചറും ഇതും എങ്കിലും മിനിമം നിങ്ങളത് എഴുതി പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങളുടെ എക്സാമിന് മുമ്പ് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒക്ടോബർ നവംബർ സമയത്താണെന്നുണ്ടെങ്കിൽ അതും, ഞാൻ എക്സാമ്പിൾ പറയാം, അത് നിങ്ങൾ എഴുതി അതും പഠിച്ചിരിക്കണം.
പീസ് എന്തായാലും പഠിച്ചിരിക്കണം, കാരണം അത് ഏതെങ്കിലും ഓർഗനൈസേഷൻ ആണ് കൊടുക്കുന്നത്. UPSC പോലും വിടാറില്ല, അവരും ചോദിച്ചിട്ടുണ്ട്. എല്ലാ എക്സാമും ചോദിക്കും, PSCയുടെ മീൻസ് പ്രിലിംസിനും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്താലേ ഇങ്ങനെ ഇതിപ്പോ നൊബേലായി ബുക്കറായി എല്ലാം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പറ്റുന്ന പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ മീൻസ് ഏകദേശം ഒരു 2 to 3 നൊബേല്, ബുക്കർ, പിന്നെ വേണമെങ്കിൽ എഴുത്തച്ഛൻ, കേരളത്തിലും ഉണ്ടല്ലോ, കേരള റിലേറ്റഡ് എക്സാം അല്ലേ ഇത്, അത് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അതൊന്ന് പഠിച്ച് റിവൈസ് ചെയ്തിട്ട് പോയി എനിക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഹെഡിങ്ങിനും നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇത് ഒരു 1 year മുമ്പുള്ളത് മതി, എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കരുത്. ഇപ്പൊ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നു, റീസെന്റ് ആയിട്ട് എഴുതിയ ഇപ്പൊ ആരാച്ചാറിലെ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്, അത് മാത്രം എഴുതിയാൽ മതി. ആരാച്ചാർ എഴുതിയത് ആരാണ്, അതിനകത്തുള്ള 2-3 ക്യാരക്ടേഴ്സിന്റെ നെയിം. ഓക്കെ. അതുപോലെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഏതെങ്കിലും ഒരു ബുക്ക് ന്യൂസിൽ വരുന്നുണ്ടെങ്കിൽ ആ ബുക്കിലെ ക്യാരക്ടേഴ്സ്, ബുക്ക് ആരെഴുതി, അതിനെ കുറിച്ചൊരു നോട്ട് ഉണ്ടാക്കി വെക്കണം. ബുക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്, അങ്ങനെ ഓരോന്നിനും ഞാനൊരു 200 പേജ് ബുക്ക് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്തതുകൊണ്ട് എനിക്ക് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യം വന്നില്ല. ഓക്കെ. പിന്നെ PYQ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ക്യാപിറ്റൽസ്, കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽ, എല്ലാ കൺട്രീസിന്റെയും ക്യാപിറ്റൽ പഠിക്കാൻ പറ്റില്ല. ഒരു കൺട്രിക്ക് 3-4 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ചോദിക്കും, അതല്ലേ അതിലെ എക്സെപ്ഷൻ, അതാണ് അതിന്റെ ക്ലൂ. മനസ്സിലായോ? അതുപോലെ ഒരു കൺട്രിയിൽ 3-4 ലാംഗ്വേജ് ഉണ്ട്, മീൻസ് ഒരുപാട് ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്. ജസ്റ്റ് അത് ചൈനയുടെ ചോദിച്ചിട്ടുണ്ട്, ചൈനയുടെ ആണെന്ന് തോന്നുന്നു. PYQ നിങ്ങൾ വച്ചിട്ട് വേണം സിലബസും PYQയും കറണ്ട് അഫേഴ്സും ലാസ്റ്റ് ഇയർ 24 കറണ്ട് അഫേഴ്സും കൂടെ ലിങ്ക് ചെയ്ത് വേണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. വാരി വലിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞാൻ ഈ അപ്രോച്ചാണ് വെച്ചത്. താങ്ക്സ് രാഖി. ഇതിലേക്ക് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ സാജിത? സാജിത ഡ്രോപ്പ് ചെയ്തു എന്നൊരു ഡൗട്ട് ഉണ്ട്. സാജിത നമ്മുടെ കൂടെ ഇല്ല, റീജോയിൻ ചെയ്യുമായിരിക്കും. നമുക്ക് എന്തായാലും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമും ആയിട്ടുണ്ട്. അവസാനമായിട്ട് എന്ത് ചെയ്യുന്നതിന് മുമ്പ് രാഖി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് അഡ്വൈസ് ആണ് രാഖിക്ക് കൊടുക്കാനുള്ളത്? ഒന്നാമത്തെ കാര്യം, PYQ നിങ്ങൾ നോക്കണം, സിലബസ് നോക്കണം. ഇത് രണ്ടും അറിയാതെ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഇമ്പോർട്ടന്റ് ടൂൾസ് ആണ്. പിന്നെ ടീച്ചറിന്റെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ടീച്ചർ തരുന്ന അസൈൻമെന്റ്സ് എല്ലാം ചെയ്യണം. അത് നിങ്ങൾ ഇങ്ങനെ പകുതി വഴി ഇട്ടിട്ട് പോവരുത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞാൻ എന്റെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആയിരിക്കും. അതുകൊണ്ട് പ്രോബ്ലം തന്നാൽ അത് ചെയ്ത് തീർന്നിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. കൃത്യമായിട്ട് ടീച്ചർ ചെയ്യുന്ന ഹോംവർക്ക്സ് ചെയ്യണം. നിങ്ങൾ എഴുതി പഠിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ 5 കാര്യങ്ങളുമാണ് ഞാൻ എന്റെ കാര്യത്തിൽ ഫോളോ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മാത്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ഈസി ആയിട്ട് ഇടരുത്. നിങ്ങൾ BTech ആണ്. ഞാൻ BTech ആയിട്ടും ഞാൻ CBSEയിലെ ആ 10th ടെക്സ്റ്റിലെ മുഴുവൻ എക്സസൈസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ആയിട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോക്കി PYQ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ പ്രാക്ടീസ് ചെയ്യണം, ആൻസേഴ്സ് എഴുതണം, ടീച്ചർ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇത് 3 ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെ ഒരു എക്സാം ആണ്. ഡീമോട്ടിവേറ്റ് ആവേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു വേക്കൻസി ഉണ്ടായിട്ടാണ് അത് അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചത് എഴുതിയത്. 2nd റാങ്ക് ആയിപ്പോ കിട്ടിയില്ല, അത് ദാറ്റ്സ് ഓക്കെ. പക്ഷെ അപ്പൊ നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവരുത്. ചെറിയ ചെറിയ വീഴ്ചകൾ വന്നാൽ ഇറ്റ്സ് ഓക്കെ. ഇനിഷ്യലി എല്ലാം പ്രോബ്ലം എല്ലാം ചെയ്യാൻ പറ്റണമെന്നൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല, വിടാതെ നല്ല സ്പിരിറ്റോട് കൂടി ചെയ്ത് പഠിക്കണം. എനിക്ക് അതാ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. ടീച്ചർ പറയുന്ന ഫോളോ ചെയ്യണം കേട്ടോ. അത് മാത്സ് ആയാലും അക്കൗണ്ടൻസി ആണെങ്കിലും ടീച്ചർ പറയുന്ന ഫോളോ ചെയ്യുക, ആൻസേഴ്സ് എഴുതുക. സാജിത തിരിച്ചു വന്നിട്ടുണ്ടോ? എല്ലാം തോന്നുന്നല്ലേ. നമുക്കെന്നാ പതുക്കെ വൈൻഡപ്പ് ചെയ്യാമല്ലേ നിഷാന? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോ ലാസ്റ്റ് എല്ലാവരോടും പറയാനുള്ളത്, ഞങ്ങൾ ഇതിന് റെക്കോർഡിംഗ് അപ്ലോഡ് ചെയ്യാം. പക്ഷെ രണ്ടുപേരും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം, നിങ്ങളുടെ ബേസിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, PYQs എന്താ നോക്കുക. അതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, വേറെ ഒന്നുമല്ല. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബേസിക്സ് ബിൽഡ് ചെയ്യുക, കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ സെഷന്റെ റെക്കോർഡിംഗ് ഒന്നും കൂടെ കണ്ടു നോക്കണം നിങ്ങൾ എല്ലാവരും. അപ്പം എല്ലാവർക്കും, പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.
എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ എക്സാമിനെ കുറിച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KAZOണിന്റെ കാസോൺ അഡ്മിനിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാം. രാഖി പറഞ്ഞ ബുക്സിന്റെ റിസോഴ്സസിന്റെയും പേരുകളൊക്കെ ഞങ്ങളുടെ ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ താങ്ക് യു എല്ലാവരും ജോയിൻ ചെയ്തതിന്. താങ്ക് യു രാഖി, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഞങ്ങളുടെ കൂടെ. സാജിദയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക്സ് നിഷാന. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക്സ് എവ്രി വൺ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. താങ്ക് യു.